श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद। नारायण अखिल गुरो भगवन् नमस्ते। ओम अगजानन पद्मार्कं गजानन महर्निशम् अनेकदं तं भक्तानाम् एकदन्तमुपास्महे। ओम श्री महागणपतये नमः। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम् आधारं सर्वविद्यानां हयग्रीवमुपास्महे। ओम श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि, विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ओम श्री महासरस्वत्यै नमः। उमा कोमलहस्ताब्ज सम्भावितललाटकं हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ओम वेट्रिवेल मुरुगनुक्कु हरोहरा। भूतनाथ सदानंद सर्वभूत दयापरा, रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। स्वामिये शरणमय्यप्पा। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः, वेदवेद्यं परं ब्रह्म भासतां पुरतो मम। सायंकाले वनान्दे कुसुमितसमये सैकते चन्द्रिकायां, त्रैलोक्याकर्षणाङ्गं सुरवरगणिकामोहनाभङ्गमूर्तिं, सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्यासहस्रैः, वन्देऽहं रासकेळीरतमतिसुभगं वश्यगोपालकृष्णम्। आनीलश्लक्ष्मकेशं ज्वलितमकरसल्कुण्डलं मन्दहासस्यन्दार्द्रं, कौस्तुभश्रीपरिगतवनमालोरुहाराभिरामम्। श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं काञ्चनच्छायचेलं, चारुस्निग्धोरुमम्बोरुहललितपदं भावयेऽहं भवन्दम्। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद। मोक्षाब्धिसारमय भागवताख्य दद्नो
നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗകപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത സാളഗ്രാമാഭിപൂജാ പരപുരുഷ തഥൈകാദശീ നാമവർണ്ണാഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണ. 95-ാം ദശകം ആണ് നമ്മൾ നാരായണീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ 2 ശ്ലോകങ്ങൾ കാണാനുണ്ട് അല്ലേ? 7ഉം 8ഉം ഇന്നലെ ഒരുവിധം ഒപ്പിച്ച് കണ്ടു. ഇന്നലെ വളരെയധികം ഇൻ്റർനെറ്റ് പ്രോബ്ലം ആയിരുന്നു, നെറ്റ്വർക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബ്രേക്കായി പോയി. അങ്ങനെ 2 ശ്ലോകമേ ഒപ്പിച്ചുള്ളൂ. ആ 2 ശ്ലോകങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് കണ്ടിട്ട് 9ഉം 10ഉം ശ്ലോകങ്ങളും കാണാം. 95-ാം ദശകം ധ്യാനയോഗം ഒന്ന് വായിക്കാം. ഓം നാരായണീയം ദശകം 95. ആദൗ ഹൈരണ്യഗർഭീം തനുമവികല ജീവാത്മികാമാസ്തിതസ്ത്വം ജീവത്വം പ്രാപ്യ മായാ ഗുണഗണഖചിതോ വർത്തസേ വിശ്വയോനേ. തത്രോദ്വൃദ്ധേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ച ഹിത്വാ പുനരനുബഹിതോ വർത്തിതാ ഹേ ത്വമേവ. സത്വോന്മേഷാത് കദാചിത് ഖലു വിഷയരസേ ദോഷബോധേ വിഭൂമൻ ഭൂയോക്തേഷു പ്രവൃത്തിഃ സതമസി രജസി പ്രോദ്ധതേ ദുർനിവാരാ. ചിത്തം താവത് ഗുണാശ്ചഗ്രദിതമിഹമിതസ്ഥാനി സർവാണി രോദ്ധും തുര്യേ ത്വയ്യേക ഭക്തിഃ ശരണമിതി ഭവാൻ ഹംസരൂപീ ന്യഗാദീത്. സന്ധി ശ്രേയാംസി ഭൂയാംസ്യഭിരുചിവിദയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താ ബഹുവിധഗതയഃ കൃഷ്ണ തേഭ്യോ ഭവേയുഃ. ത്വം ചാചക്യാദ സഖ്യേനനു മഹിതതമാം ശ്രേയസാം ഭക്തിമേകാം. ത്വൽഭക്ത്യാനന്ദതുല്യഃ ഖലു വിഷയജുഷാം സമ്മതഃ കേന വാ സ്യാദ്. ത്വൽഭക്ത്യാ തുഷ്ടബുദ്ധേഃ സുഖമിഹ ചരതോ വിച്യുദാശസ്യ ചാശാഃ. സർവാസ്യുഃ സൗഖ്യമയ്യഃ സലിലകുഹരകസ്യേവ തോയൈകമയ്യഃ. സോയം ഖൽവിന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധീശ്ച ഹൃദ്യാഃ
നാഗാം ശക്ത്യേതദാസ്താം സ്വയമനുപതിതേ മോക്ഷസൗഖ്യേഭ്യനീഹഃ ത്വൽഭക്തോ ബധ്യമാനോപി ച വിഷയരസൈഃ ഇന്ദ്രിയാശാന്തിഹേതോഃ ഭക്ത്യൈവ ക്രമ്യമാണൈഃ പുനരപി ഖലു തൈഃ ദുർബലൈർനാഭിജയ്യഃ സപ്താർച്ചിർദീപിതാർച്ചിർദഹതി കില യദാ ഭൂരിദാരുപ്രപഞ്ചം ത്വൽഭക്ത്യോഘേതദൈവ പ്രദഹതി ദുരിതം ദുർമദഃ ക്വേന്ദ്രിയാണാം ചിത്താർദ്രീഭാവമുച്ചൈർവപുഷി ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധ്യേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേഃ ത്വൽഗാദാസ്വാദസിദ്ധാഞ്ജന സതതമരീമൃജ്യമാനോയമാത്മാ ചക്ഷുർവത്തത്വസൂക്ഷ്മം ഭജതി നതു തദാഭ്യസ്തയാ തർക്കകോട്യാ ധ്യാനം തേ ശീലയേയം സമതനു സുഖബദ്ധാസനോ നാസികാഗ്രന്യസ്താക്ഷഃ പൂരകാദ്യൈർജിത പവനപദശ്ചിത്തപദ്മം ത്വവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിദുശിഖിനഃ സംവിചിന്യോപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധരശ്യാമളം കോമളാംഗം തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധരശ്യാമളം കോമളാംഗം ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുതരം കഞ്ചനച്ഛായചേലം ചാരുസ്നിഗ്ധോരുമമ്പോരുഹലളിതപദം ഭാവയേഹം ഭവന്തം സർവാംഗേഷ്വംഗ രംഗത്കുതുകമിതി മുഹുർധാരയന്നീശചിത്തം തത്രാപ്യേകത്ര യുഞ്ജേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തു ചേദഃ പരമസുഖചിദദ്വൈതരൂപേ വിതന്വൻ അന്യന്നോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢയോഗോ ഭവേയം. ഇത്തം ത്വദ്ധ്യാനയോഗേ സതി പുനരണിമാദ്യഷ്ടസംസിദ്ധയസ്താഃ ദൂരശ്രുത്യാദയോപി ഹ്യഹമഹമികയാ സമ്പദേയുർമുരാരേ ത്വൽസംപ്രാപ്തൗ വിളംബാവഹമഖിലമിദം നാദ്രിയേ കാമയേഹം ത്വാമേവാനന്ദപൂർണം പവനപുരപതേ പാഹി മാം സർവതാപാദ് ത്വാമേവാനന്ദപൂർണം പവനപുരപതേ പാഹി മാം സർവതാപാദ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ നാരായണ. ഗുരുവായൂരപ്പ, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം.
95-ാം ദശകം ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 13, 14, 15 അധ്യായങ്ങളുടെ സംഗ്രഹമാണ്. അതിൽ 13-ാം അധ്യായത്തിൽ ഗുണത്രയങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഭഗവാൻ ഉദ്ധവന് വേണ്ടി അവതരിപ്പിച്ച്, സത്വഗുണം വർദ്ധിപ്പിച്ചാൽ ആ സത്വഗുണം രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നശിപ്പിച്ച് വർദ്ധിച്ച സത്വഗുണം അത് സ്വയം നശിച്ചുകൊള്ളും എന്നുള്ള ആശയത്തെയും, ആ സത്വഗുണം വർദ്ധിപ്പിക്കാൻ എന്താ വഴി എന്നുള്ളതിന് ഭക്തി വർദ്ധിപ്പിക്കുക തന്നെയാണ് ഉത്തമമായിട്ടുള്ള വഴിയെന്ന് ഭഗവാൻ ഹംസരൂപത്തിൽ സനകാദികൾക്ക് ഉപദേശം കൊടുത്ത ആ ഒരു ഭാഗം 13-ാം അധ്യായത്തിലുണ്ട് ഏകാദശ സ്കന്ധത്തിലെ. അതിനെയും ഇവിടെ മേൽപ്പത്തൂര് എടുത്ത് നമ്മെ ഓർമ്മിപ്പിച്ചു. ഹംസരൂപി നെഗാദീത് എന്ന് പറയുന്ന തുര്യേ ത്വയ്യേക ഭക്തി ശരണമിതി ഭവാൻ ഹംസരൂപി നെഗാദീത്. അപ്പോൾ മറ്റ് ഗുണങ്ങളെയെല്ലാം രോധിക്കുവാനുള്ളതായിട്ടുള്ള വഴി തുര്യനായ ഭഗവാനിൽ ഏകഭക്തിയാണ് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് വളർത്തിയെടുക്കേണ്ടത്, ആർജിക്കേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ സത്വഗുണം വളർന്നോളും. സത്വഗുണം വളർന്നാൽ മറ്റു ഗുണങ്ങൾ തളർന്നോളും. സത്വഗുണം സ്വയം ഇല്ലാതെ ആയിക്കോളും. ഇനി 14-ാം അധ്യായത്തിലെ വിഷയങ്ങളാണ് പിന്നീട് കണ്ടത്. ശ്രേയോമാർഗങ്ങൾ പലതുണ്ടെങ്കിലും അതിൽ ഭക്തിമാർഗം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ഉത്തമമായത് എന്ന് ഭഗവാൻ ഉദ്ധവന് ഉപദേശിച്ചത് ഇവിടെ മേൽപ്പത്തൂർ വളരെ മനോഹരമായിട്ട് ചുരുക്കി അവതരിപ്പിച്ചു. ഭക്തിയില്ലാതെ ബാക്കി എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. എത്ര പാണ്ഡിത്യം ഉണ്ടെങ്കിലും എന്തെല്ലാം തപസ്സുണ്ടെങ്കിലും ഒന്നും തന്നെ വലിയ കാര്യമില്ല. അതുകൊണ്ട് ഭക്തി തന്നെയാണ് ആർജിക്കേണ്ടത് എന്ന് എടുത്തു പറഞ്ഞു. അങ്ങനെ ഭക്തി ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും ആ ഭക്തനെ സംബന്ധിച്ച് ഇന്ദ്രിയ ജയം നേടിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഭക്തി എന്ന പ്രതിരോധ ശക്തി, അത് വിഷയങ്ങളോട് യുദ്ധം ചെയ്ത് വിഷയവാസനകളെ എത്ര വലിയ കാടാണെങ്കിലും അല്പം അഗ്നിയുണ്ടെങ്കിൽ അത് എത്ര വലിയ കാടിനെയും ദഹിപ്പിക്കുന്നത് പോലെ ഭക്തി എന്നതായിട്ടുള്ള അഗ്നി വിഷയവാസനകളാകുന്ന കാടിനെ നശിപ്പിച്ചുകൊള്ളും എന്ന് 5-ാം ശ്ലോകത്തിലൂടെ ഉറപ്പിച്ചു പറഞ്ഞു. 6-ാം ശ്ലോകത്തിൽ ഭക്തിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞു. ഹൃദയത്തിൻ്റെ ആർദ്രീഭാവവും ശരീരത്തിൽ പുളകവും ആനന്ദ കണ്ണുനീരും ഇല്ലാതെ എങ്ങനെ ചിത്തം ശുദ്ധമാകാനാണ്? എത്ര തപസ്സുകൊണ്ടും വിദ്യ കൊണ്ടും ഭക്തിയില്ലാത്തവൻ്റെ ഹൃദയം ശുദ്ധമാവുകയില്ല. അതുകൊണ്ട് അങ്ങയുടെ പുണ്യചരിതങ്ങളെ ആസ്വദിക്കലാകുന്ന ആ സിദ്ധാഞ്ജനം കൊണ്ട് എപ്പോഴും അന്ധകരണം ശുദ്ധി വരുത്തിക്കൊണ്ടിരുന്നാൽ ആത്മതത്വമായ ഭഗവാനെ തെളിഞ്ഞു കാണാറാവും. കണ്ണിന് അഞ്ജനം എഴുതുന്നത് പോലെയാണ് ഈ ഉള്ളിൽ ഭഗവത് പുണ്യചരിതങ്ങളാകുന്ന അഞ്ജനം കൊണ്ട് നമുക്ക് ശുദ്ധി ഉണ്ടാകുന്നത്. അതല്ലാതെ എത്ര തർക്കകോടികളെ കൊണ്ടും ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തുടർന്ന് 14-ാം അധ്യായത്തിൻ്റെ തന്നെ ഉത്തരഭാഗം 32-ാം ശ്ലോകം മുതൽക്ക് ഭഗവാൻ ധ്യാനയോഗം ഉപദേശിക്കുന്നുണ്ട് ഉദ്ധവന്. അതിനെയാണ് പിന്നീട് മേൽപ്പത്തൂര് സംഗ്രഹിക്കുന്നത്. ധ്യാനം തേ ശീലയേയം സമതനു സുഖബദ്ധാസനോ നാസികാഗ്രന്യസ്താക്ഷഃ പൂരകാദ്യർജിത പവനപദശ്ചിത്തപദ്മം ത്വവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിദുഷികിനഃ സംവിചിന്യോപരിഷ്ടാത്
തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധരശ്യാമളം കോമളാംഗം. ആ ഭഗവാൻ ഉദ്ധവന് കൊടുത്ത ആ ഉപദേശത്തെ മേൽപ്പത്തൂര് തൻ്റെ ഒരു സാധനയാക്കി മാറ്റുകയാണ്. ഭഗവാനോട്, ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂര് വാഗ്ദാനം ചെയ്യുന്നു, പ്രോമിസ് ചെയ്യുന്നു, ഞാൻ അങ്ങയുടെ ധ്യാനം പരിശീലിക്കും. ധ്യാനം തേ ശീലയേയം, അഹം തേ ധ്യാനം ശീലയേയം. ഞാൻ അങ്ങയുടെ ധ്യാനത്തെ പരിശീലിക്കുന്നതായിരിക്കും. എനിക്കതിനുള്ള ആരോഗ്യം തന്നാൽ മതി എന്ന് മുമ്പേ പറഞ്ഞത് ഓർക്കുക. കല്യതാം മമ കുരുഷ്വ താവതീം കല്യത്തെ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. എനിക്ക് ആവശ്യത്തിനുള്ള ആരോഗ്യം തന്നു കഴിഞ്ഞാൽ അഷ്ടാംഗ യോഗ ഉപാസനകളിലൂടെ അങ്ങയെ ഞാൻ ഉപാസിച്ചു കൊള്ളാം എന്ന് മേൽപ്പത്തൂർ മുമ്പേ പ്രോമിസ് ചെയ്തത് ഇവിടെ ഒന്നുകൂടെ ഊന്നി പറയുകയാണ്. ഞാൻ അങ്ങയുടെ ധ്യാനത്തെ പരിശീലിച്ചു കൊള്ളാം. എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത്? ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്തത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? സമതനു സുഖബദ്ധാസന. സമതനു സുഖബദ്ധാസന. സമതനു, തനുവിനെ, ശരീരത്തെ സമമാക്കിയിട്ട്, ശരീരം ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട്, വെർട്ടിക്കലായിട്ട് ഭൂമിയിൽ നിന്ന് 90 ഡിഗ്രി കൃത്യമായിട്ട് നിവർന്നിരുന്നിട്ട്, നട്ടെല്ല് വളയ്ക്കാതെ, കഴുത്തും ശിരസ്സും നട്ടെല്ലും ഒരേ രേഖയിൽ വരുന്നത് പോലെ അങ്ങനെ ഞാൻ സമതനുവാക്കിയിട്ട് ശരീരത്തെ ബാലൻസ് ചെയ്തിട്ട്, അത് മുന്നോട്ടോ പിന്നോട്ടോ അതിനൊരു ചായൽ ഇല്ലാതെ. കാരണം മുന്നോട്ടാഞ്ഞാലും ഉറക്കം തൂങ്ങി വീഴും, പിന്നോട്ടാഞ്ഞാലും വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരെ നിർത്തിക്കൊണ്ട്, ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട്, സുഖബദ്ധ ആസന, സുഖമായ ആസനത്തെ ബന്ധിച്ചിട്ട്, എപ്രകാരം ഇരുന്നാലാണോ എനിക്ക് യാതൊരു സ്ട്രെയിനും ഇല്ലാതിരിക്കുക, വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അതാണ് സുഖമായിട്ടുള്ള ആസനം. ആസന ജയം നേടുക എന്ന് പറഞ്ഞാൽ ഒരു മുഹൂർത്ത നേരം, 48 മിനിറ്റ് നേരം ഒരേ പോസ്റ്ററിൽ ഇരിക്കാൻ കഴിയുക എന്നതാണ് ആസന ജയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉറക്കം വരാതെ ജാഗ്രതയോട് കൂടിയിട്ട് വീഴാതെ ഒന്നും, എങ്ങനെ ഇരുന്നാൽ എനിക്ക് കംഫർട്ടബിളായിട്ട് 48 മിനിറ്റ് ഒരേപോലെ ഒരേ പോസ്റ്ററിൽ ദേഹം അനക്കാതിരിക്കാൻ കഴിയുമോ, ആ അവസ്ഥയെ ഞാൻ പരിശീലിക്കും. ആ സുഖാസനത്തെ ഞാൻ പരിശീലിക്കും. അത് പത്മാസനമാകാം, സിദ്ധാസനമാകാം, വജ്രാസനമാകാം, സ്വസ്തികാസനമാകാം. അങ്ങനെ ഏതെങ്കിലും ചമ്രം പടിഞ്ഞിരിക്കുന്ന പോസ്റ്ററോ, അല്ലെങ്കിൽ വജ്രാസനം എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിയിരിക്കുന്ന പോസ്റ്റാണ്. നമ്മുടെ മുസ്ലിം പള്ളികളിൽ അവർ നിസ്കരിക്കാനിരിക്കുന്ന പോസ്റ്റർ വജ്രാസനമാണ്. കാൽമുട്ടിൽ ഊന്നിയിട്ട് തൊടയിലിരിക്കുക. അപ്പോൾ അതും നല്ലൊരു പോസ്റ്ററാണ്. വളരെ നേരെ ഇരിക്കാൻ ബാലൻസ് ചെയ്താൽ സാധിക്കും. വലിയ തടിയില്ലാത്തവർക്കേ അത് സാധിക്കുള്ളൂ. തടി കൂടുതലുള്ളവർക്ക് ശരീരത്തിൻ്റെ ഭാരം അവിടെ ഒരു വലിവായിട്ട് സ്ട്രെസ്സായിട്ട് വരും. മസിൽസ് ക്യാച്ച് ചെയ്യാനും ഞരമ്പുകൾ വലിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തടി കൂടുതലുള്ളവർക്ക് അധിക നേരം ആ പോസ്റ്ററിൽ ഇരിക്കാൻ പ്രയാസമായിരിക്കും. കാരണം ശരീരത്തിലെ ത്വക്കും ഞരമ്പുകളും മാംസപേശികളും ഒക്കെ അല്പം വലിയും, ഒരു മടക്ക് വരുന്നുണ്ടല്ലോ, ആ ഒരു സ്ട്രെച്ച് വരുന്നുണ്ട്, ആ സ്ട്രെച്ച് കാരണമായിട്ട്. അപ്പോൾ അതെല്ലാവർക്കും പ്രിസ്ക്രൈബിൾ അല്ല. തടി കുറഞ്ഞവർക്ക്, ശരീരം ഇത്തിരി ലൂസായിട്ടുള്ള ആളുകൾക്ക്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇരിക്കാവുന്നതാണ്. അങ്ങനെ ഇരുന്ന് ധ്യാനിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. എന്താണ് അതിന് വജ്രാസനം എന്ന് പറയാൻ കാരണം വെച്ചാൽ, ആ ആസനത്തിൽ ഇരുന്നാൽ മനസ്സ് വജ്രം പോലെ കഠിനമാകുന്നതാണ്. മനസ്സിന് ഏകാഗ്രത കൂടുതൽ കിട്ടും. മനസ്സിനെ വജ്രം പോലെ കഠിനമാക്കുന്നത് ആയതുകൊണ്ടാണ് അതിന് വജ്രാസനം. അല്ലാതെ വജ്രമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ ഒന്നുകിൽ ആ ആസനം, അല്ലെങ്കിൽ പത്മാസനം, കാല് രണ്ടും പിണച്ചു വെച്ചുകൊണ്ടുള്ള പത്മാസനം, അല്ലെങ്കിൽ അതിൻ്റെ അർദ്ധ പത്മാസനമുണ്ട്,
അല്ലെങ്കിൽ സിദ്ധാസനം എന്ന് പറയുന്ന പോസ്റ്ററുണ്ട്, സ്വസ്തികാസനം എന്ന് പറയുന്ന പോസ്റ്ററുണ്ട്. ഇതൊക്കെ ചമ്രം പടിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പോസ്റ്ററാണ്. എങ്ങനെയായാൽ നമുക്ക് സീറ്റ് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുമോ? നമ്മുടെ ബട്ടക്ക് ഭൂമിയിൽ നല്ലതുപോലെ ഉറച്ചിരിക്കണം. ഒരു ട്രയാങ്കുലർ ഒരു എന്താ പറയുക, ഒരു കോൺ പോലെ നമ്മുടെ ശരീരം ബാലൻസ്ഡ് ആയി നിർത്തണം. ബോട്ടം നല്ല ബേസോട് കൂടിയിട്ടും മുകളിലോട്ട് വരുമ്പോൾ അത് സ്തൂപമായിട്ടും വരുന്ന പോലെ. അപ്പോഴാണ് ശരീരത്തിന് വലുതായിട്ട് ചലനമില്ലാതിരിക്കാൻ, വീഴാതിരിക്കാൻ, ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ സാധിക്കുക. ആ ബോട്ടം ഉറയ്ക്കണം. അതിനാണ് സുഖം ആസനം എന്ന് പറയുന്നത്. സ്ഥിരം സുഖം ആസനം എന്ന് പതഞ്ജലി ആസനത്തിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആസനം? സ്ഥിരം സുഖം ആസനം. സ്ഥിരമായിട്ട് സുഖമായിട്ടിരിക്കാൻ കഴിയുന്നതിനെയാണ് ആസനം എന്ന് പറയുന്നത്. കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റണം. അല്ലാതെ ഈ യോഗാസനത്തിൽ മറ്റ് ആസനങ്ങളൊന്നും ധ്യാനത്തിനുള്ള ആസനങ്ങളല്ല. മറ്റ് പല അഭ്യാസങ്ങളും കാണുന്നതെല്ലാം ശീർഷാസനവും സർവാംഗാസനവും ഒന്നും ധ്യാനത്തിനുള്ള ആസനങ്ങളല്ല. അതൊക്കെ ശാരീരിക ക്ഷമതയ്ക്ക്, ആന്തരിക അവയവങ്ങളുടേതായിട്ടുള്ള എന്താ പറയുക, നല്ല ആരോഗ്യത്തിന്, അങ്ങനെ ശരീരത്തിലെ പല ഗ്രന്ഥികളെയും ഉത്തേജിപ്പിക്കാൻ എല്ലാം അങ്ങനെയുള്ള ആസനകൾ ഉപകരിക്കും. പക്ഷെ അതൊന്നും ധ്യാനത്തിനുള്ള ആസനമല്ല. അതിനൊക്കെ ആസനം എന്ന് പേരിട്ടു എന്നേ ഉള്ളൂ. അതൊക്കെ വ്യായാമ മുറകളുടെ പട്ടികയിലേ പെടുള്ളൂ. ആസനം എന്ന് പറഞ്ഞാൽ സ്ഥിരം സുഖം ആസനം. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് കുറേ നേരം കണ്ണടച്ച് ധ്യാനനിരതനായിട്ട് ഇരിക്കാൻ പറ്റണം, നിങ്ങളുടെ ശരീരം മറിഞ്ഞു വീഴാതെ. ഉറങ്ങിപ്പോവാനും പാടില്ല. അപ്പോഴാണത് ആസനം ആവുന്നത്. മറ്റതിനുമൊക്കെ ആസനം എന്ന് പേരിട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ശവാസനവും ആസനമാണ് അല്ലേ? ശവാസനം ശവം പോലെ കിടക്കുക. ചിലർ ശവാസനം കടന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കൂർക്കം വലിക്കുന്നത് കേൾക്കാം. അത് പാടില്ല. ശവാസനം കൂർക്കം വലിക്കാനുള്ള ആസനമല്ല. ബോധപൂർവം യോഗനിദ്ര ചെയ്യുകയാണ് ശവാസനത്തിൽ. ബോധമുണ്ട് അവിടെ. ഉറങ്ങാതെ ശവം പോലെ കിടക്കാൻ കഴിയണം. അതാണ് ശവാസനം. നേരെ മറിച്ച് നമുക്കിപ്പോൾ കിടന്നാൽ ആകെ കൂടി അറിയുന്ന ഒരു കാര്യം ഉറക്കമാണ്. അപ്പോൾ ശരീരം മനസ്സും അറിയാതെ ഉറക്കത്തിലേക്ക് പോകും. അപ്പോൾ അതൊന്നും മറ്റേ ധ്യാനത്തിനുള്ള ആസനമുറകൾ അല്ല. ധ്യാനത്തിനുള്ളത് നമ്മുടെ ഇരിക്കുന്ന പോസ്റ്റർ തന്നെയാണ്. കംഫർട്ടബിളായിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റുന്ന പോസ്റ്റർ, അത് അഭ്യസിക്കുക. ഇനിയിപ്പോൾ നിലത്തിരിക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം? ഉയർന്ന കസേരയിലോ പീഠത്തിലോ കാല് താഴെ ഇട്ടിട്ട് ഇരിക്കാം. ഒരു കാല് മുകളിൽ വെച്ചിട്ടും ഒരു കാല് താഴെ ഇട്ടിട്ടും വീരാസനത്തിലിരിക്കാം. രണ്ട് കാലും താഴേക്ക് ഇട്ടിട്ട് നിവർന്നിരിക്കാം. പക്ഷെ പ്രായമായി കാല് മടങ്ങുന്നില്ല, കാല് വിളിച്ച വഴിക്ക് വരുന്നില്ല. അപ്പോൾ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല ഉറപ്പുള്ള കസേരയിൽ ഇരിക്കാം. ഉറക്കം തൂങ്ങി വീഴാൻ പാടില്ല എന്ന് മാത്രം. അങ്ങനെ കാല് താഴേക്ക് ഇട്ടിട്ട് കാല് നിലത്ത്, മറ്റേ വെറും നിലത്ത് തുടരുത്. അതിനെ ഒരു ഫുഡ് റെസ്റ്റായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൽ കോട്ടണോ എന്തെങ്കിലും വിരിച്ച്, കമ്പിളി എന്തെങ്കിലും വിരിച്ച് അതിൽ കാല് വെച്ചുകൊണ്ട് കംഫർട്ടബിളായിട്ട് നിവർന്ന്, നട്ടെല്ല് നിവർന്ന് ഇരിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ആശ്രമങ്ങളിലൊക്കെ ധാരാളം വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ധ്യാന പരിശീലനത്തിലൊക്കെ വരും. അപ്പോൾ അവർക്ക് നിലത്തിരിക്കാൻ പറഞ്ഞാൽ പിന്നെ അവരെ എടുത്തോണ്ട് പോകേണ്ടി വരും, സ്ട്രെച്ചറും കൊണ്ടുവന്നിട്ട്. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എക്സംഷൻസ് ഉണ്ട്. നേരത്തെ പരിശീലിച്ചിട്ടില്ല അല്ലേ? വയസ്സുകാലത്താണ് ഇതൊക്കെ പരിശീലിക്കാൻ വരുന്നത്. അപ്പോൾ പിന്നെ വിളിച്ച വഴിക്കൊന്നും ശരീരം വരുന്നില്ല. അപ്പോൾ നിവൃത്തിയില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. എന്തായാലും കുറച്ച് നേരം ശരീരം അനങ്ങാതിരിക്കാൻ അഭ്യസിക്കുക എന്നുള്ളതാണ് മുഖ്യം. ശരീരം അനങ്ങിക്കൊണ്ടിരുന്നാൽ അതിനകത്തുള്ള സൂക്ഷ്മ ശരീരവും ഇളകിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ മനസ്സ് ചഞ്ചലമായി കൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിനെ ചഞ്ചലമാകാതിരിക്കാനാണ് ശരീരത്തിനെ സ്റ്റഡി ആയിട്ട് നിർത്തുന്നത്. ബക്കറ്റ് ഇളക്കിക്കൊണ്ടിരുന്നാൽ ബക്കറ്റിനകത്തുള്ള വെള്ളം ഇളകില്ലേ അല്ലേ? ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ബക്കറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ ബക്കറ്റിനകത്തെ വെള്ളം ഇളകും. അതുപോലെ നമ്മുടെ ശരീരം ഇളക്കിക്കൊണ്ടിരുന്നാൽ അതിനകത്തുള്ള അന്ധകരണവും ഇളകിക്കൊണ്ടിരിക്കും. ഇളകിക്കൊണ്ടിരിക്കുന്ന അന്ധകരണത്തിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ?
ഒന്നും കാണാൻ പറ്റില്ല. ഇളകിക്കൊണ്ടിരിക്കുന്ന ബക്കറ്റിലെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തപ്പിയെടുക്കാൻ പറ്റുമോ? അതുപോലെയാണ് നമ്മുടെ മനസ്സ് കലുഷിതമാണെങ്കിൽ, നമ്മുടെ മനസ്സ് ചഞ്ചലമാണെങ്കിൽ, ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ധ്യാനത്തിന് പറ്റിയത് അല്ല. അപ്പോൾ അതിനാണ് ശരീരം സ്ഥിരയാക്കാനായിട്ടാണ് ആസന ജയം എന്ന് പറയുന്നത്. സ്ഥിരം സുഖം ആസനം. സ്ഥിരവും സുഖവുമായിട്ടുള്ള ആസനത്തിൽ കുറച്ചു നേരം, ഒരു മുഹൂർത്ത നേരം ഇരിക്കാനായിട്ട് പരിശീലിക്കുക. ആദ്യം 5 മിനിറ്റേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആദ്യം 2 മിനിറ്റേ പറ്റുള്ളൂ. സാരമില്ല, തുടങ്ങി വയ്ക്കുക. 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ്, 3 മിനിറ്റെങ്കിൽ 3 മിനിറ്റ്. 5 മിനിറ്റായിട്ട് എപ്പോഴാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് അറിയില്ല. ദിവസങ്ങളോളം ക്ഷമയോടുകൂടി പരിശീലിക്കേണ്ടി വരും. ക്ഷമ വേണം. ധ്യാനത്തിന് ക്ഷമയാണ് മുഖ്യം. ക്ഷമയില്ലാത്തവർക്കുള്ള പണിയല്ല ധ്യാനം, അവർക്ക് കർമ്മയോഗമാണ്. ക്ഷമയില്ലാത്തവർക്ക് ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുന്ന കർമ്മയോഗങ്ങളൊക്കെ ചെയ്യട്ടെ, അല്ലെങ്കിൽ പൂജാദികൾ ചെയ്യട്ടെ, കീർത്തനങ്ങൾ ചെയ്യട്ടെ, ഭഗവാന്റെ പാട്ടും പാടി നൃത്തം വെക്കട്ടെ അവർ. അപ്പോൾ ഏറ്റവും ക്ഷമ വേണം, പക്വത വേണം, ക്ഷമ വേണം. അങ്ങനെയുള്ളവർക്ക് ഇരുത്തം വന്നവർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ? കൊച്ചുകുട്ടികളെ പിടിച്ച് നമുക്ക് എത്ര നേരം ഇരുത്താൻ പറ്റും? കൊച്ചുകുട്ടികളെ പിടിച്ചിരുത്താൻ സാധിക്കില്ല. 5 മിനിറ്റ് തികച്ചിരിക്കില്ല അവർ. ഉറങ്ങുമ്പോൾ അല്ലാതെ അവർക്ക് സ്വസ്ഥതയില്ല, ശാന്തിയില്ല. അവർ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഓടി നടക്കുക തന്നെയാണ് പണി. അപ്പം അതുപോലെയാണ് പലരുടെയും മനസ്സ് ചഞ്ചലമാണ്. അർജുനൻ തന്നെ ഭഗവാനോട് ഭഗവത്ഗീത 6-ാം അധ്യായത്തിൽ ധ്യാനയോഗത്തിന്റെ സന്ദർഭത്തിൽ പറയുന്നു, ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഹേ കൃഷ്ണ, മമ മനഃ അത്യന്ത ചഞ്ചലം ഹി, അത് ഇളകിക്കൊണ്ടേയിരിക്കുന്നു. പ്രമാധി, അത് നമ്മളെ മതിച്ചുകൊണ്ടിരിക്കുന്നു, വിക്ഷുബ്ധമായി കൊണ്ടിരിക്കുന്നു. ബലവത്, ഭയങ്കരനാണ്, ബലമുള്ളവനാണ്. അത് ദൃഢമായിട്ട് നമ്മളെ പല ഭാഗത്തേക്ക് എടുത്ത് എറിയുന്നു, വലിച്ചെറിയുന്നു നമ്മളെ. നമ്മളിവിടെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ എണീച്ചോടുക എന്ന് പറയണം മനസ്സ്. അല്ല, റോക്കറ്റ് വിടും പോലെയാണ് നമ്മളൊക്കെ ഓരോ ഭാഗത്തേക്ക് എടുത്ത് എറിയപ്പെടുന്നത്. പ്രമാധി ബലവത് ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ആ മനസ്സിന്റെ നിഗ്രഹം, അതിന്റെ അടക്കം, അത് വായുവിനെ വേണമെങ്കിൽ ഞാൻ പിടിച്ച് ബന്ധിച്ചു തരാം. പക്ഷേ മനസ്സിനെ പിടിക്കാൻ എനിക്ക് പ്രയാസമാണ്. വായോരിവ സുദുഷ്കരം, വായുവിനെ ചുഴലിക്കാറ്റിനെയൊക്കെ പിടിച്ച് ബന്ധിക്കുന്നത് പോലെയാണ്, കൊടുങ്കാറ്റിനെ ബന്ധിക്കുന്നത് പോലെയാണ് ഈ മനസ്സിനെ ബന്ധിക്കുക എന്നുള്ളത്. അപ്പൊ ഭഗവാൻ ഉടനെ മറുപടി കൊടുക്കുന്നുണ്ട്, ശരിയാണ് നീ പറഞ്ഞത്. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. നീ പറഞ്ഞതിൽ സംശയമേ ഇല്ല, 100% നിന്നോട് എഗ്രി ചെയ്യണു ഞാൻ. മനസ്സ് ദുർനിഗ്രഹമാണ്, അതിനെ നിഗ്രഹിക്കാൻ, അതിനെ അടക്കാൻ പ്രയാസമാണ്, ചലമാണ്, അതിന്റെ സ്വഭാവം ചഞ്ചലമാണ്, കുരങ്ങനേക്കാൾ മോശമാണ്. കുരങ്ങൻ ഒരു കൊമ്പത്തിരിക്കുന്നതാണ്, നോക്കുമ്പോഴേക്കും വേറൊരു കൊമ്പിലേക്ക് ചാടി ഉണ്ടാവുക. എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഒരു ഉദ്ദേശമില്ല, വെറുതെ ചാടിയതാ. അല്ലെ നമ്മൾ പറയാറുണ്ട്, നായയ്ക്ക് പണിയില്ല, ഇരിക്ക പൊറുതിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും. ഒരു കാര്യമില്ല, അതങ്ങനെ അലഞ്ഞു തിരിയുക. അത് ശരിയാണ് എന്ന് ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. മനസ്സ് ദുർനിഗ്രഹം തന്നെയാണ്, ചലം തന്നെയാണ്. എന്നാലും അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. അവിടെ തൂ എന്നൊരു പ്രയോഗമുണ്ട് ഭഗവാന്റെ. തൂ എന്നുള്ളത് എന്നാലും, ഈവൻ ദെൻ, അഭ്യാസേന വൈരാഗ്യേണ ഗൃഹ്യത്തെ. അഭ്യാസ വൈരാഗ്യാഭ്യാം മനഃ ഗൃഹീതവ്യം. മനസ്സിനെ ഗ്രഹിക്കേണ്ടതാണ്. എങ്ങനെ? അഭ്യാസ വൈരാഗ്യാഭ്യാം. അഭ്യാസം എന്ന് പറഞ്ഞാൽ നിരന്തരമായ ക്ഷമയോടുകൂടിയതായിട്ടുള്ള പരിശീലനം. നിരന്തരമായ പരിശീലനം. ഒരു ദിവസം കഴിച്ചിട്ട് പിന്നെ 100 ദിവസം കഴിഞ്ഞിട്ടല്ല പിന്നെ അടുത്ത ട്രയൽ. ദിവസവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് അഭ്യസിക്കുക. അപ്പോഴാണ് അതിനൊരു ചിട്ട വരിക.
അപ്പോൾ മനസ്സിന് മനസ്സിലാവും. നമ്മൾ സ്ഥാനം മാറി 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 ഇരുന്നാലും സമയം മാറി മാറി ഇരുന്നാലും മനസ്സ് തന്നെയാണ് നമ്മളെ കളിപ്പിക്കുന്നത്. സമയം മാറ്റാൻ പ്രേരിപ്പിക്കുന്നതാരാ? മനസ്സ്. സ്ഥാനം മാറ്റാൻ പ്രേരിപ്പിക്കുന്നതാരാ? മനസ്സ്. അപ്പോൾ നമ്മളെ മനസ്സാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്? അതിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി, സ്വയം പിടി കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ കളിപ്പിക്കുന്ന പരിപാടിയാണത്. അപ്പോൾ മനസ്സിനെ പിടിക്കണമെങ്കിൽ എന്ത് വേണം? അത് പറഞ്ഞത് കേൾക്കാതിരിക്കണം. മനസ്സ് നമ്മളോട് തോന്നിയവാസം പറയുന്നതൊന്നും നമ്മൾ കേൾക്കാതിരുന്നാൽ മാത്രമേ മനസ്സ് നമ്മുടെ വഴിക്ക് വരുള്ളൂ. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? തെളിച്ച വഴിക്ക് നടന്നില്ലെങ്കിൽ നടന്ന വഴിക്ക് തെളിക്കുക എന്ന് പറഞ്ഞ പോലൊരു പരിപാടിയാണ് നമ്മുടെ പരിപാടി. മനസ്സ് നമ്മൾ വിളിച്ച വഴിക്ക് വരുന്നില്ലെങ്കിൽ മനസ്സ് വിളിച്ച വഴിക്ക് നമ്മൾ പോവുക. നമ്മൾ മനസ്സിന്റെ അടിമയായി തീരുകയാണ്. അപ്പോൾ മനസ്സ് പറയും നാളെ രാവിലെ ഞാൻ 5 മണിക്ക് ധ്യാനിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് നമ്മൾ എണീക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് പറയും കുറച്ചു നേരം കൂടി കിടക്കുക, എന്തൊരു തണുപ്പാണ്, ഈ നേരത്ത് പോയിട്ട് ധ്യാനിക്കണം, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, 6 മണിക്കാവാം അല്ലെങ്കിൽ 7 മണിക്കാവാം എന്ന് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അത് കേട്ടാലോ? മനസ്സ് ജയിച്ചു, നമ്മൾ തോറ്റു. ഇങ്ങനെ നമ്മളെ തോൽപ്പിക്കലാണ് ഈ മനസ്സിന്റെ പണി. എന്നാലേ ആ മനസ്സിന് അതിൻ്റെ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. നമ്മളെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ താന്തോന്നിത്തൊക്കെ നടക്കണമെങ്കിൽ അത് നമ്മളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് പറയുന്നത് കേൾക്കാതെ സ്ഥാനം മാറ്റ്, പോസ്റ്റർ മാറ്റ്, സമയം മാറ്റ്, ഉപാസ്യ ദേവതയെ മാറ്റ് എന്നൊക്കെ ചിലപ്പോൾ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിഷ്ടമുള്ള ഒരു ദേവതയെ നമ്മൾ ആദ്യം സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദേവതയെ തന്നെ നിരന്തരമായിട്ട് മനസ്സുകൊണ്ട് ധ്യാനിക്കണം. രൂപം മാറ്റിക്കൊണ്ടിരിക്കണ്ട. ആ രൂപത്തിൽ ആദ്യം ഉറപ്പ് വരുത്തുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം മറ്റേ രൂപങ്ങളൊക്കെ. ഇപ്പം ഞാൻ ധ്യാനിക്കാൻ തീരുമാനിച്ചത് വേണുഗോപാലമൂർത്തിയാണെങ്കിൽ വേണുഗോപാലമൂർത്തിയെ വിടാതെ പിടിക്കുക. ഉടനെ പാർത്ഥസാരഥിയിലേക്ക് മാറണ്ട, അല്ലെങ്കിൽ വെണ്ണക്കണ്ണനിലേക്ക് മാറണ്ട, അല്ലെങ്കിൽ ചതുർബാഹു വിഷ്ണുവിലേക്ക് മാറണ്ട. ഏത് രൂപമാണോ നിങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായത് അത് ആദ്യം ഉറപ്പിക്കുക. ആ ഉറപ്പിച്ച മൂർത്തിയെ കേശാദിപാദം പാദാദികേശം ആവർത്തിച്ച് 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 അഭ്യസിക്കുക. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മളുടെ മനസ്സിൻ്റെ കളികളാണ്, ട്രിക്സിൽ നമ്മൾ വീഴാതിരിക്കണം. അതിങ്ങനെ നമ്മളെ ചാടി കളിപ്പിച്ചുകൊണ്ടിരിക്കും, കുരങ്ങനെ പോലെ നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിൻ്റെ ആട്ടത്തിന് നമ്മൾ ആടാതിരിക്കണം. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു സമയം, നമുക്ക് ഏറ്റവും ഉപദ്രവമില്ലാത്ത സമയം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവർ വന്ന് നമ്മളെ വിളിക്കുകയോ ഏതെങ്കിലും നമ്മുടെ ഡ്യൂട്ടീസുള്ള സമയത്തൊക്കെ ധ്യാനിക്കാൻ പോയാൽ അപ്പോൾ നമുക്ക് ആ കാരണം പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഡിസ്റ്റർബ്ഡ് ആവും. റെഗുലർ ആവാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത സമയം നോക്കുക. അതിനാണ് ഈ ബ്രാഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുന്നത്. ബ്രാഹ്മമുഹൂർത്തമാകുമ്പോൾ ആരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല, ആരുടെയും ഉപദ്രവം ഉണ്ടാവില്ല. നമുക്കും ഡ്യൂട്ടികൾ തുടങ്ങാറായിട്ടില്ല. നേരം വെളുത്താലല്ലേ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഒരു നിവൃത്തിയില്ലല്ലോ, വേറൊന്നും ചെയ്യാനില്ല. ആ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളും നന്നായി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾ ഫ്രഷായിരിക്കും. അപ്പോൾ ആ ഫ്രഷായിരിക്കുന്ന സമയത്ത് ആരുടെയും പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾ പോലും ഉണർന്ന് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഏത് സമയത്ത് നമുക്ക് സ്വസ്ഥമായി ആ ബ്രഹ്മധ്യാനം സാധിക്കുമോ, ബ്രഹ്മവിചാരം ചെയ്യാൻ സാധിക്കുമോ ആ സമയത്തിനാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പേര്. അപ്പോൾ അത് അവനവൻ്റെ ഡ്യൂട്ടീസ് അനുസരിച്ചാണ്, അവനവൻ്റെ ജോലി തിരക്കിനനുസരിച്ചാണ്. ഇപ്പം നൈറ്റ് ഡ്യൂട്ടിക്കാർക്ക് നൈറ്റ് മുഴുവൻ ഡ്യൂട്ടി ആണെങ്കിൽ എന്താ ഇപ്പം ചെയ്യുക? അവർക്ക് എപ്പോഴാണോ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കവും കഴിഞ്ഞിട്ട് ക്ഷീണം മാറി എപ്പോഴാണോ അവർക്ക് ധ്യാനിക്കാൻ പറ്റുക, അതാണ് ബ്രാഹ്മമുഹൂർത്തം അവരെ സംബന്ധിച്ച്. അവർക്ക് സമാധാനമായി മറ്റൊരു
എങ്കിലും സാധാരണ പൊതുവായിട്ട് എല്ലാവരാലും അക്സെപ്റ്റ് ചെയ്ത ഒരു ബ്രാഹ്മ മുഹൂർത്തം നമ്മൾ നിശ്ചയിച്ചിരിക്കുകയാണ്. പ്രകൃതിയിൽ തന്നെ ഒരു ബ്രാഹ്മ മുഹൂർത്തം എല്ലാവർക്കും കോമൺ ആയിട്ട്. പക്ഷെ അത് ഇന്ത്യയിലത്തെ ബ്രാഹ്മ മുഹൂർത്തം അല്ല, അമേരിക്കയിലെ ബ്രാഹ്മ മുഹൂർത്തം ആണോ? ദുബായിലെ ഇന്ത്യയിലത്തെ ബ്രാഹ്മ മുഹൂർത്തമാണോ ദുബായിലെ ബ്രാഹ്മ മുഹൂർത്തം? അപ്പൊ ദേശത്തിനനുസരിച്ച് ബ്രാഹ്മ മുഹൂർത്തം മാറുന്നതാണ്. ഇപ്പൊ ബ്രാഹ്മ മുഹൂർത്തം എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, മനുഷ്യനിർമ്മിതമായ ഒരു സങ്കല്പമാണ്. ഇപ്പൊ ഏത് സമയത്താണോ ബ്രഹ്മവിചാരം ചെയ്യാൻ സാധിക്കുക അതാണ് ബ്രാഹ്മ മുഹൂർത്തം. അപ്പൊ നമ്മുടെ മനസ്സ് ക്വയറ്റായിട്ട് യാതൊരു ഇളക്കവുമില്ലാതെ, ഡ്യൂട്ടികളൊന്നും നമ്മളെ അലട്ടാതെ, ഞാൻ അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, പശുവിന് വെള്ളം കൊടുത്തില്ലല്ലോ, അല്ലെങ്കിൽ കാപ്പി കൊടുത്തില്ലല്ലോ, ആർക്കെങ്കിലും വീട്ടിലുള്ള കാരണവർക്ക് കാപ്പി കൊടുത്തില്ലല്ലോ, അങ്ങനെയുള്ള ഒരു ശല്യവും നമ്മളെ അലട്ടാത്ത സ്വസ്ഥമായിരിക്കാൻ പറ്റുന്ന സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം. അത് പേഴ്സൺ ടു പേഴ്സൺ അത് വേരി ചെയ്യാം. എങ്ങനെയാണോ ദേശത്തിനനുസരിച്ച് മാറുന്നത് അതുപോലെ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ബ്രാഹ്മ മുഹൂർത്തം മാറുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അത്രയും നേരത്തെ ഒന്നും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ബ്രാഹ്മ മുഹൂർത്തം എല്ലാവർക്കും 3 മണി എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്താൽ എനിക്ക് 3 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സാരമില്ല. അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് വേറെ ഡ്യൂട്ടിയൊന്നും പകലൊന്നും കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലല്ലോ. ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാരല്ലേ ചിലരൊക്കെ. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ രാവിലെ നേരത്തെ 3 മണിക്ക് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന് ധ്യാനിക്കാനൊന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് 5 മണിക്ക് എണീച്ചാലും മതി. 5 മണി ബ്രാഹ്മ മുഹൂർത്തം ആക്കാം. പക്ഷെ അത് ഫിക്സഡ് ആക്കുക, ഒരു ടൈം ഫിക്സ് ചെയ്യുക. അത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അവനവൻ്റെ ആരോഗ്യസ്ഥിതി, അവനവൻ്റെ ഡ്യൂട്ടികൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഒരു ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സൗകര്യം നോക്കിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ബദ്ധാസന, സമതനു സുഖ ബദ്ധാസന, ശരീരത്തെ ബാലൻസ് ചെയ്ത് സമമാക്കി നിർത്തി, സമം കായ ശിരോഗ്രീവം, കായവും ശിരസ്സും ഗ്രീവവും ഒരേ നിലയിൽ വെർട്ടിക്കലാക്കി നിർത്തിയിട്ട് ആസനം ജയിച്ച് തുടർച്ചയായിട്ട് ഒരു മുഹൂർത്തം ഇരിക്കാൻ കഴിയുന്നത് വരെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഒറ്റയടിക്ക് സാധിക്കില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു. ഭഗവാനും അത് തന്നെ പറഞ്ഞത്. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടതാണ്. രാഗം, ദ്വേഷം ഇത് രണ്ടും മനസ്സിൽ നിന്ന് ഒഴിവാക്കലാണ് വൈരാഗ്യം. രാഗവും ദ്വേഷവും മനസ്സിൽ നിന്ന് പോകണം. ഓരോ വിഷയങ്ങളിലുള്ള രാഗമാണ് നമ്മുടെ മനസ്സിനെ അതിലേക്ക് ആകർഷിക്കുന്നത്. അതുപോലെ ചിലരോടുള്ള ദ്വേഷം അതും നമ്മുടെ മനസ്സിനെ എപ്പോഴും അജിറ്റേറ്റഡ് ആക്കും. അപ്പോൾ രാഗദ്വേഷങ്ങളെ നമ്മൾ കുറച്ച് കൊണ്ടുവരണം. അതിനു വേണ്ട വിചാരം ചെയ്യണം. നമ്മൾ വിചാരം കൊണ്ട് രാഗദ്വേഷങ്ങളെ ഇല്ലായ്മ ചെയ്യണം. അപ്പോ സമതനു സുഖബദ്ധാസനോ നാസികാഗ്രന്യസ്താക്ഷ. നാസികാഗ്രന്യസ്താക്ഷ, കണ്ണടച്ചു പിടിക്കണം. മുഴുവനായിട്ട് അടയ്ക്കാൻ പാടില്ല. ചെറിയൊരു ഗ്യാപ്പ്, ഒരു ഐ ലൈൻ, ബുദ്ധാസ് ഐ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ബുദ്ധന്റെ കണ്ണുകൾ പോലെ എന്ന് സാധാരണ പറയും. അപ്പൊ കണ്ണ് പൂർണ്ണമായി അടയ്ക്കാതെ, നല്ലോണം തുറന്നും ഇരിക്കാതെ. തുറന്നിരുന്നാൽ എന്താണ്? ലോകം മുഴുവൻ കണ്ണിലേക്ക് വരും. എല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സ് എല്ലാറ്റിൻ്റെയും പുറകെ പോകും. എന്തൊക്കെ കണ്ടു അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളുടെ പുറകെ മനസ്സ് കാട് കയറിപ്പോവും. അപ്പം മനസ്സ് കാട് കയറാതിരിക്കാനാണ് കണ്ണ് അടയ്ക്കുന്നത്. കണ്ണ് പൂർണ്ണമായി അടച്ചാൽ ഉറക്കത്തിലേക്ക് പോകും. ആ ഉറക്കത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാസികാഗ്രത്തിലേക്ക് നോക്കാൻ പറയുന്നത്. നാസികാഗ്രന്യസ്താക്ഷ, നാസികാഗ്രത്തിലേക്ക് ന്യസിച്ച അക്ഷത്തോടു കൂടിയവനായിട്ട്. അപ്പോ നാസികാഗ്രം ഇവിടെയല്ലേ എന്നും ചോദിക്കരുത്. ഇവിടേക്ക് നോക്കണമെങ്കിൽ തുറന്നു പിടിക്കണം. തുറന്നു പിടിച്ചാൽ മാത്രമല്ല, ഇവിടേക്ക് നോക്കാൻ ശ്രമിച്ചാലോ തലവേദനയും വരും. പിന്നെ ധ്യാനം ഉണ്ടാവില്ല. തലവേദനയ്ക്ക് പ്രതിവിധി നോക്കാൻ വിക്സ് എവിടെ, അമൃതാഞ്ജൻ എവിടെ, ടൈഗർ ബാം എവിടെ എന്ന് പറഞ്ഞിട്ട് നടക്കാം. അപ്പം
നാസികാഗ്രം ഇതാണോ എന്ന് പിന്നെ ചോദിക്കരുത്. ഇതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. കണ്ണ് അടച്ചു പിടിക്കാനും എന്നാൽ പൂർണ്ണമായിട്ട് അടയ്ക്കാതിരിക്കാനും വേണ്ടിയിട്ട് പറഞ്ഞൊരു ഉപായം മാത്രമാണ് നാസികാഗ്രത്തെ ധ്യാനിക്കാനല്ല നാസികാഗ്രത്തെ നോക്കാൻ പറഞ്ഞത്. ജസ്റ്റ് ടു ഫോക്കസ് യുവർ ഐസ്. ആ കണ്ണിനെ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു സ്ഥായി ഭാവത്തിന്, അതിന് ചലനമില്ലാതിരിക്കാൻ വേണ്ടി, എന്നാൽ പൂർണ്ണമായി അടഞ്ഞ് ഉറക്കത്തിലേക്ക് പോകാതിരിക്കാനും വേണ്ടി. ബലം പിടിച്ച് ഉറങ്ങാൻ പാടില്ല. കണ്ണ് അടച്ചു പിടിച്ച് ബലം പിടിച്ചാലോ, അപ്പോൾ ബലം പിടിച്ചാലും കണ്ണ് അടച്ചു പിടിച്ചാലും ഒരു സ്ട്രെയിൻ ഉണ്ടാവും, മാത്രമല്ല ഉറക്കവും വരും. അപ്പോൾ ഒരു കൂളായിട്ട് കണ്ണിനെ ഈസി ആയിട്ട് അതിൻ്റെ പോളകൾ തന്നെത്താനൊന്ന് വീണ് ഇങ്ങനെ വെറുതെ കിടക്കട്ടെ. അല്ലാതെ ബലം പിടിച്ച് ഷട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ലോക്ക്ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ അതിൻ്റെ പാട്ടിന് വിടുക. പക്ഷെ ബാക്കി എവിടെയും നോക്കാതെ നാസികാഗ്ര ന്യസ്താക്ഷ, ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് നാസികാഗ്രന്യസ്താക്ഷ. പിന്നെ നമ്മുടെ ഭാഗവതത്തിൽ പറഞ്ഞു കൈകൾ രണ്ടും ഉത്സംഗത്തിലെടുത്ത് വെക്കുക, മടിയിലെടുത്ത് വെക്കുക എന്ന്. അതിവിടെ വിട്ടുപോയിട്ടുണ്ട് മറ്റേ മേൽപ്പത്തൂര്. അപ്പോൾ കൈകൾ രണ്ടും മടിയിലെടുത്ത് വെക്കുക, അല്ലെങ്കിൽ കൈകൾ രണ്ടും ചിന്മുദ്രയോട് കൂടിയിട്ട് രണ്ട് കാലുകളിൽ തുടകളിൽ വെക്കുക. അത് കഴിഞ്ഞ് നാസികാഗ്രന്യസ്താക്ഷ പൂരകാദ്യൈർ ജിത പവനപദ. പൂരകാദ്യൈഹി, പൂരകം ഇൻഹലേഷൻ, ശ്വാസം ഉള്ളിലേക്ക് നിറയ്ക്കുന്നതിനെയാണ് പൂരണം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് പൂരകം എന്ന് പറയുന്നത്. ആദ്യൈഹി എന്നുള്ളതുകൊണ്ട് എക്സെട്ര എന്ന് പറഞ്ഞാലോ പൂരകം, കുംഭകം, രേചകം, ഇങ്ങനെ 3 രീതിയിലാണ് പ്രാണനെ നമ്മൾ ഇൻഹേൽ ചെയ്യുന്നതും ഉള്ളിൽ നിറച്ചു പിടിക്കുന്നതും പിന്നെ എക്സ്ഹേൽ ചെയ്യുന്നതും പുറത്തേക്ക് വിടുന്നതും. പുറത്തേക്ക് ശ്വാസത്തെ വിടുന്നത് എക്സലേഷൻ, ബ്രീത്ത് ഔട്ട്. അതിന് മറ്റേ രേചകം എന്ന പേര്. ഉള്ളിലേക്ക് വലിക്കുന്നത് ബ്രീത്ത് ഇൻ, ഇൻഹലേഷൻ. അത് പൂരകം. ഉള്ളിൽ കുറച്ചു നേരം സ്തംഭിപ്പിച്ച് നിർത്തുന്നത് കുംഭകം. കുംഭം പോലെ, കുടത്തിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ വായു നിറച്ചു വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ശ്വാസകോശത്തെ കുംഭം പോലെയാക്കി സ്തംഭിപ്പിച്ച് നിർത്തുന്നത് കുംഭകം. അപ്പോൾ അത് ഏത് റേഷ്യോ ആണ്? ഉള്ളിലേക്ക് വലിക്കുന്നതിൻ്റെ 2 ഇരട്ടി നേരമെങ്കിലും കുംഭകം, അതിലും കൂടുതൽ സമയമെടുത്തുകൊണ്ട് രേചകം. രേചകം പതുക്കെ ആക്കി പരിശീലിക്കുക. രേചകത്തിലാണ് നമ്മുടെ നിയന്ത്രണം കൂടുതലായിട്ട് വേണ്ടത്. അങ്ങനെ അതെന്തിനാണ് ഈ പൂരകവും കുംഭകവും രേചകവും അഭ്യസിക്കുന്നത്, പ്രാണായാമം ചെയ്യുന്നത്? ഇവിടെ ജിത പവന പദഹ എന്ന് പറയുന്നുണ്ട്. പൂരകാദ്യൈർ ജിത പവന പദഹ, വായുവിന്റെ സഞ്ചാരപഥത്തെ നിയന്ത്രിച്ചിട്ട് ജയിച്ചിട്ട്. അങ്ങനെ വായുവിനെ നിയന്ത്രിക്കുന്നതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാനാണ്. കാരണം മനസ്സും പ്രാണനും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിന് ഇളക്കമുണ്ടായാൽ പ്രാണനെ ബാധിക്കുന്നു, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് വ്യത്യാസം വരുന്നു. മനസ്സിനെ നമുക്ക് നേരിട്ട് പിടിക്കാൻ വേറൊരു ഉപായവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഋഷീശ്വരന്മാർ കണ്ടെത്തിയ മാർഗമാണ് പ്രാണനെ നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാം. പ്രാണനെ വലയ്ക്കകത്താക്കിയാൽ പറന്നു നടക്കുന്ന കിളി പോലെയുള്ള ഈ മനസ്സിനെ അടക്കാം. പറന്നു നടക്കുന്ന ഒരു കിളിയെ പോലെയാണ് ഈ മനസ്സ് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത്. അതിനെ കൂട്ടിലടയ്ക്കുക. അത് പ്രാണരോധനാത് ലീയതേ മനഃ ജാലപക്ഷിവത്. വലയിൽ കുരുങ്ങിയ പക്ഷിയെ പോലെ പ്രാണരോധനം ചെയ്യുമ്പോൾ മനസ്സ് അടങ്ങുന്നു. അപ്പോൾ പ്രാണായാമം കൊണ്ട് ഇപ്പം നമുക്ക് തന്നെ എപ്പോഴും ദേഷ്യം വന്നു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ നല്ല മാഷ്മാരൊക്കെ ആണെങ്കിൽ, നല്ല സംസ്കാരമുള്ള മാഷ്മാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, അല്ലേ? അപ്പോൾ നമ്മൾ ദേഷ്യം വന്ന മാഷ്മാർ നമ്മളെ ഒരു മൂലയ്ക്ക് പിടിച്ച് നിർത്തിയിട്ട് പറയും, ഒരു 10 പ്രാവശ്യം ശ്വാസം ഒന്ന് നല്ലോണം വലിച്ചു വിട് എന്ന് പറയും. നല്ലോണം ശ്വാസം വലിച്ചു വിട്. അല്ലെങ്കിൽ ഒരു 30 വരെ എണ്ണ. വേഗത്തിൽ എണ്ണാൻ സമ്മതിക്കില്ല, ക്രമത്തിൽ 30 വരെ എണ്ണ എന്ന് പറഞ്ഞാൽ ആ എണ്ണത്തിൽ നമ്മൾ മനസ്സ് ശ്രദ്ധിക്കുമ്പോഴോ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് എണ്ണിക്കൊണ്ട് 30 എന്നാകുമ്പോൾ ഒരു കൃത്യമായിട്ടൊരു താളത്തിൽ
മനസ്സ് ഏകാഗ്രമാകും, മനസ്സടങ്ങും. 30 വരെ എണ്ണിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ദേഷ്യം മാറി. നമ്മൾ പെട്ടെന്ന് ചാടി പുറപ്പെട്ട് ആരെങ്കിലും തല്ലാൻ പുറപ്പെട്ടവരാണെങ്കിലും ശാന്തരാകും. അപ്പോൾ ദേഷ്യം വന്നാൽ 30 വരെ എന്ന് പറയും മാഷ്മാർ. അല്ലെങ്കിൽ ഒന്ന് ദീർഘമായിട്ട് 10 ശ്വാസോച്ഛ്വാസം ചെയ്യ്. ഇതൊക്കെ പണ്ടത്തെ മാഷ്മാർ പറയുമായിരുന്നു. ഇപ്പോഴും അത് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ യോഗയൊക്കെ പഠിച്ച മാഷ്മാരാണെങ്കിൽ ഇതൊക്കെ ചെയ്യിക്കും. ഇപ്പോൾ പറഞ്ഞു വന്നത്, പ്രാണായാമം ചെയ്യുന്നത് മനസ്സിനെ അടക്കാൻ വേണ്ടി മാത്രമാണ്, വേറൊന്നുമല്ല. മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, ഏകാഗ്രതയ്ക്ക് വേണ്ടിയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പുരകാദ്യൈർ ജിത പവനപദ ചിത്തപത്മം തു അവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വ. അവാൻമുഖമായിരുന്ന, താഴേക്ക് അധോമുഖമായിരുന്ന ചിത്തപത്മത്തെ, ചിത്തപത്മം ഹൃദയമാകുന്ന താമര, ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടി നമ്മൾ ഹൃദയത്തെ ഒരു താമരയായി സങ്കല്പിക്കണം. അപ്പോൾ ആ ഹൃദയം ഇവിടെ ആധ്യാത്മിക ഹൃദയമാണ്, അല്ലാതെ ഫിസിക്കൽ ഹാർട്ടല്ല, ബയോളജിക്കൽ ഹാർട്ടല്ല. അതിനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ധ്യാനിക്കാൻ വേണ്ടി ഒരു ആധ്യാത്മിക ഹൃദയം, അതൊരു താമര മൊട്ടുപോലെ അതിങ്ങനെ കൂമ്പിക്കൊണ്ട് താഴോട്ട് മുഖമായിട്ട് ഇരിക്കുന്നതായിട്ട് സാധാരണ നില. അതിനെ നമ്മൾ ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ തന്നെ അവാഞ്ചമായിരിക്കുന്ന ചിത്തപത്മത്തെ ഊർധ്വ അഗ്രമാക്കിയിട്ട്, മുകളിലോട്ട് തിരിച്ചിട്ട് അപ്വേർഡാക്കിയിട്ട് അതിനെ വികസിപ്പിക്കുന്നു. ഊർധ്വാഗ്രം ഭാവയിത്വ. ആ താമര വിരിഞ്ഞു. ഇനി ഭഗവാൻ ഇരിക്കാനുള്ള സ്ഥാനമായി. എൻ്റെ ഹൃദയ കമലത്തിൽ ഭഗവാനെ ഞാൻ ധ്യാനിക്കുകയാണ്. ഊർധ്വാഗ്രം ഭാവയിത്വ രവി വിദുശിഖിനഃ സംവിചിന്യ ഉപരിഷ്ടാത്. ഉപരിഷ്ടാത് അതിൻ്റെ മുകളിൽ, ഏതിൻ്റെ മുകളിൽ? ഈ ചിത്തപത്മത്തിൻ്റെ മുകളിലായിട്ട് രവിമണ്ഡലം, വിധുമണ്ഡലം, ശിഖിമണ്ഡലം, അഥവാ സൂര്യന്റെ പ്രകാശം, ചന്ദ്രന്റെ പ്രകാശം, അഗ്നിയുടെ പ്രകാശം, ഇങ്ങനെ ആ പ്രകാശ സ്രോതസ്സുകളെയൊക്കെ ഞാൻ അവിടെ കാണുകയാണെന്ന് വെച്ചാൽ ഉജ്ജ്വലിക്കുന്നതായിട്ടുള്ള, പ്രകാശത്തോടു കൂടിയതായിട്ടുള്ള ഒരു ഭാവമായിട്ട് എൻ്റെ ഹൃദയ കമലത്തിൻ്റെ ഉപരിഭാഗം ഞാൻ കാണുന്നു. കാരണം ഭഗവാൻ സൂര്യകോടി സമപ്രഭനാണ്. സൂര്യകോടി സമപ്രഭനായിട്ടുള്ള ഭഗവാനെ ഞാൻ വെളിച്ചത്തിൻ്റെ നടുവിലാണ് ധ്യാനിക്കുന്നത്, പ്രകാശത്തിൻ്റെ നടുവിലാണ് ധ്യാനിക്കുന്നത്. ഇപ്പോൾ രവി വിദുശിഖിനഃ സംവിചിന്യ ഉപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം. തത്രസ്ഥിതം അവിടെ ഇരിക്കുന്നവനായി, ആ എൻ്റെ ഹൃദയ കമലത്തിൽ, പ്രകാശപൂർണമായ ഹൃദയ കമലത്തിൽ ഇരിക്കുന്നവനായിട്ട് ത്വാം അഹം ഭാവയേ. ഗുരുവായൂരപ്പ, ഞാൻ അങ്ങയെ ഭാവന ചെയ്യട്ടെ, ധ്യാനിക്കുന്നു. എങ്ങനെ? സജല ജലധര ശ്യാമളം കോമളാംഗം. സജല ജലധരം, നല്ലതുപോലെ ജലത്തോടുകൂടിയ മേഘം, അതാണ് സജല ജലധരം. അതിൻ്റെ ശ്യാമളവർണം. സജല ജലധര ശ്യാമളം, നല്ല പെയ്യാറായി വെമ്പി നിൽക്കുന്ന, തുളുമ്പി നിൽക്കുന്ന മേഘം പോലെ, പറഞ്ഞാൽ നല്ല മഴക്കാലത്തെ കാർമേഘം പോലെ ഉള്ള ശ്യാമളവർണ്ണത്തോടു കൂടിയ കോമളാംഗം, വളരെ മനോഹരമായ മൃദുവായ ആകർഷണീയമായ അവയവങ്ങളോടുകൂടിയ അങ്ങയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഈ പ്രകാശപൂർണമായ താമരയുടെ മുകളിലായിട്ട് ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ്. ധ്യാനിക്കുമാറാകട്ടെ ഭാവയേ. മേ ഐ മെഡിറ്റേറ്റ്. ഞാൻ ഭഗവാനെ ഹൃദയത്തിൽ ധാരണ ചെയ്യുമാറാകട്ടെ, ഭഗവാന്റെ രൂപത്തെ ഭാവന ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തെ അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. ധ്യാനം തേ ശീലയേയം സമതനു സുഖബദ്ധാസനോ നാസികാഗ്രന്യസ്താക്ഷഃ പൂരകാദ്യൈർജിത പവനപദശ്ചിത്തപദ്മം ത്വവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിദുശിഖിനഃ സംവിചിന്യോപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജല ജലധര ശ്യാമളം കോമളാംഗം ആനീലശ്ലക്ഷ്മകേശം ജ്വലിതമകര സൽകുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുതരം
കാഞ്ചനച്ഛായ ചേലം ചാരുസ്നിഗ്ധോരും അംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ഭഗവാന്റെ അതിമനോഹരമായ രൂപത്തെ, കേശാദിപാദ വർണ്ണന തന്നെയാണിത്. ഒറ്റ ശ്ലോകം കൊണ്ട് ഭഗവാന്റെ കേശാദിപാദം വർണ്ണിച്ച് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു മേൽപ്പത്തൂര്. ആ നീലശ്ലക്ഷ്ണകേശം, ഭഗവാന്റെ കേശം അത് ആനീലവും ശ്ലക്ഷ്ണവും. ആ നീലം ആസമന്താത് നീലം, നല്ലതുപോലെ കറുത്തത്, നല്ല ഷൈനിങ് ബ്ലാക്ക്. ബ്ലാക്കും ബ്ലൂവും ഒന്ന് തന്നെയാണ്, നീലവും കാലവും ഒന്ന് തന്നെയാണ്. അപ്പൊ ആ നീലം ശ്ലക്ഷ്ണം, നല്ല മൃദുവായത്, നല്ല മൃദുത്വമുള്ളത്, മിനുസമുള്ളത് എന്നൊക്കെ അർത്ഥം ശ്ലക്ഷ്ണം. അപ്പം വരണ്ട മുടിയല്ല ഭഗവാന്റെ, ഡ്രൈ അല്ല, മുള്ളംപന്നിയുടെ തലമുടി പോലെയുള്ളതും അല്ല ഭഗവാന്റെ തലമുടി, വളരെ മൃദുവായത്, ചുരുണ്ടതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കേശത്തോടു കൂടിയതും ആ നീലശ്ലക്ഷ്ണ കേശം, അതിമനോഹരമായ കറുത്തതും മിനുസമേറിയതുമായിട്ടുള്ള മുടിയോടുകൂടിയതും, ജ്വലിത മകര സൽകുണ്ടലം, ഭഗവാന്റെ കർണങ്ങളിൽ കുണ്ടലങ്ങൾ, മകരകുണ്ടലങ്ങൾ, മകരാകൃതിയിലുള്ള മത്സ്യാകൃതിയിലുള്ള കുണ്ടലങ്ങൾ, അത് ജ്വലിതം, നല്ലതുപോലെ അതിൻ്റെ രത്നങ്ങളും സ്വർണം കൊണ്ടും വെട്ടിത്തിളങ്ങുന്നു. അങ്ങനെ വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള ജ്വലിതമായ മകര സൽകുണ്ടലം, നല്ല ഉത്തമങ്ങളായ ശ്രേഷ്ഠങ്ങളായ കുണ്ടലങ്ങളെ കാതിൽ ധരിച്ചിരിക്കുന്നവനും. ആ കുണ്ടലങ്ങളുടെ പ്രകാശം കൊണ്ട് ഭഗവാന്റെ കവിൾത്തടം അതെല്ലാം വളരെ നന്നായിട്ട് കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങി പ്രകാശിക്കുന്നു. മന്ദഹാസ്യന്താർദ്രം, ഭഗവാന്റെ മുഖമാകട്ടെ ആ വായിൽ നിന്ന് മന്ദഹാസം പൊഴിയുന്നു, ചുണ്ടുകളിൽ നിന്ന് മന്ദഹാസം പൊഴിയുന്നു. അതിങ്ങനെ ഒഴുകുകയാണ്. സെന്തം എന്ന് പറഞ്ഞാൽ പ്രവാഹമാണ്. മന്ദഹാസ പ്രവാഹം കൊണ്ട് ആർദ്രം, കാരുണ്യം നിറഞ്ഞിരിക്കുന്നത്, ഭക്തന്മാരെ തന്നെ ധ്യാനിക്കുന്നവരെയൊക്കെ വളരെ കരുണയോടുകൂടി ഭഗവാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കുകയാണ്. സന്തോഷമായിട്ടോ, നീ എന്നെ ധ്യാനിച്ചത് എനിക്ക് വളരെ സന്തോഷമായി എന്നുള്ള മട്ടിൽ ഭഗവാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മുടെ നേരെ കാരുണ്യം പൊഴിഞ്ഞുകൊണ്ട്, മന്ദഹാസ്യന്താർദ്രം, കരുണാപൂരമായ പ്രവാഹം ഒഴുകുന്നത് പോലെ ഭഗവാന്റെ മന്ദഹാസം. കൗസ്തുഭശ്രീ പരിഗത വനമാലോരുഹാരാഭിരാമം, അഭിരാമം, അതിമനോഹരം, എല്ലാവരുടെ മനസ്സിനെയും രമിപ്പിക്കുന്നതാണ് ഭഗവാന്റെ മാറിടം. അതിലെന്തൊക്കെയുണ്ട്? അതിൽ കണ്ടത്തിൽ കൗസ്തുഭം എന്ന് പറയുന്ന ആ പത്മരാഗരത്നത്തിന്റെ ശോഭ. പത്മരാഗരത്നം അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകം കൂടിയാണ്. ജീവന്മാരായ നമ്മളെ സൂചിപ്പിക്കുന്നതാണ്. ഭഗവാന് നമ്മളൊക്കെ എത്ര പ്രിയപ്പെട്ടവരാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഭഗവാന്റെ കണ്ടത്തിലെ കൗസ്തുഭം. അത് ഭഗവാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടത് എന്താ? കാരണം നമ്മളൊക്കെ ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടവരാണ് എന്ന് ഭഗവാൻ കാണിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ കണ്ടത്തിൽ ആ കൗസ്തുഭത്തിന്റെ ശ്രീ ശോഭ, കാന്തി, അതുപോലെ പരിഗത വനമാല, നല്ലതുപോലെ വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള വനമാല, എല്ലാറ്റിനെയും കവർ ചെയ്തുകൊണ്ട് പുറത്തുകൂടെ പരിഗമിച്ചിരിക്കുന്നതായിട്ടുള്ള വനമാല, അതിൻ്റെ ഇടയിൽ ഹാരങ്ങൾ, ധാരാളം മാലകളുണ്ട്, മുത്തുമാലകൾ, സ്വർണമാലകൾ, രത്നമാലകൾ, പതക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും ഹാരങ്ങളെ കൊണ്ടും അഭിരാമം, അതിസുന്ദരം. കൗസ്തുഭശ്രീ പരിഗത വനമാലോരു ഹാരാഭിരാമം, ശ്രീവത്സാംഗം, ഭഗവാന്റെ വക്ഷസ്ഥലത്ത് മാറിടത്ത് ആ ശ്രീവത്സം എന്ന അടയാളമുണ്ട്, മറുകുണ്ട്. ലക്ഷ്മി വാസസ്ഥാനമാണത്. ഭക്തവാത്സല്യത്തിന്റെ അടയാളം കൂടിയാണത്. ഭൃഗു മഹർഷിയുടെ കാലടിയാണ് അതിൻ്റെ, കാലടിയുടെ ഒരു പ്രതീകമാണ്. ഭഗവാന് മഹാത്മാക്കൾ എത്ര പ്രിയപ്പെട്ടവരാണെന്ന് സൂചിപ്പിക്കുന്നതാണ്. ബ്രഹ്മണ്യനാണ് ഭഗവാൻ എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ഭഗവാന്റെ മാറിലെ ശ്രീവത്സം. അങ്ങനെ ആ വാത്സല്യത്തിന്റെ പ്രതീകമായ ശ്രീവത്സം എന്ന അടയാളവും, സുബാഹും, നല്ല നീണ്ടുരുണ്ടതായിട്ടുള്ള കൈകളെയും, മൃദുലസതുദരം, മൃദുവായി ലസിക്കുന്ന പരിലസിക്കുന്നതായിട്ടുള്ള ഉദരപ്രദേശം, വയറ്, അതിമനോഹരമായിട്ടുള്ള വയറ്, ആലില പോലെയുള്ളതായിട്ടുള്ള വയറ്, അതിൽ മടക്കുകളും അതിൽ നാഭിയും എല്ലാം ചേർത്തുകൊണ്ട് ഭാവന ചെയ്യുന്നു. കാഞ്ചനച്ഛായ ചേലം, താഴേക്ക് ചെല്ലുമ്പോൾ
കാഞ്ചനഛായയുള്ള ചേല, നല്ല പൊന്നുപോലെ തിളങ്ങുന്ന പട്ടുവസ്ത്രം, മഞ്ഞപ്പട്ട് പീതാംബരം ധരിച്ചിരിക്കുന്നു. ചാരുസ്നിഗ്ധോരും, ചാരുവായതും സ്നിഗ്ധമായതുമായ ഊരുവോടുകൂടിയതും. ഊരു തുടയാണ്, അത് ചാരു മനോഹരം, ആനയുടെ തുമ്പിക്കൈ പോലെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വണ്ണം കുറഞ്ഞു വരുന്നതും. അതുപോലെ സ്നിഗ്ധം, വളരെ മാർദ്ദവമുള്ളതുമായിട്ടുള്ള ഊരുവോടുകൂടിയതും. ചാരുസ്നിഗ്ധോരും അംബോരുഹ ലളിത പദം, താമര പോലെ സുന്ദരമായ പാദത്തോടു കൂടിയതുമായിട്ടുള്ള അങ്ങയുടെ രൂപത്തെ, ഭവന്തം ഗുരുവായൂരപ്പ അങ്ങയുടെ മൂർത്തിയെ, അഹം ഭാവയേ ഭാവയേഹം, ഞാനിതാ ഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭഗവാന്റെ കേശാദിപാദം അതിമനോഹരമായ ഒരു രൂപത്തെ നമുക്ക് ധ്യാനിക്കാനായിക്കൊണ്ട് ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു തന്നു മേൽപ്പത്തൂര്. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. അതുകൊണ്ടാണ് ഇത് ദിവസവും നമ്മൾ ഈ നാരായണീയ ധ്യാന ശ്ലോകങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുന്നത്. ഇതുപോലൊരു ശ്ലോകം, ഇതിന് തുല്യമായിട്ടുള്ളൊരു ശ്ലോകം വേറെ ഇല്ല എന്ന് പറയാം. അതുപോലെ മനോഹരമാണ്. കേശാദിപാദ വർണ്ണനയുടെ സംഗ്രഹമാണ്. നീലശ്ലക്ഷ്ണകേശം ജ്വലിത മകര സൽകുണ്ടലം മന്ദഹാസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരു ഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുദരം കഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞുവെങ്കിലും ഇന്ന് വീണ്ടും ആവർത്തിച്ചത് എന്താ വെച്ചാൽ, ഇന്നലെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് പറഞ്ഞത്. സ്വസ്ഥതയുണ്ടായിരുന്നില്ല പറയുമ്പോൾ. മാത്രമല്ല നമ്മൾ യൂട്യൂബിലൊക്കെ സേവ് ചെയ്ത് വെക്കാനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഇന്നലത്തെ സേവ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഇന്നത്തേത് ഒന്നുകൂടെ പറയാം, എന്നിട്ട് സേവ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണെന്ന് വീണ്ടും ആവർത്തിച്ചത്. അത് നിങ്ങളുടെ ഉള്ളിലും ഈ ഒരു ചിത്രം, ഈ ഒരു ധ്യാനത്തെ സംബന്ധിച്ചതായിട്ടുള്ള കാര്യം നല്ലതുപോലെ ഉറയ്ക്കാനും സഹായിക്കട്ടെ. സംശയമില്ലാതെ ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അതിങ്ങനെ തെളിഞ്ഞ് എന്താണ് ആശയം എന്നുള്ളതും പ്രകാശിക്കട്ടെ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. സർവാംഗേഷ്വംഗരിംഗത് കുതുകമിതി മുഹുർദാരയൻ ഈശചിത്തം തത്രാപ്യേകത്ര യുഞ്ജേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തു ചേദഃ പരമസുഖചിദദ്വൈതരൂപേ വിതന്വന് അന്യന്നോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢയോഗോപവേയം. സർവാംഗേഷ്വംഗരിംഗത് കുതുകമിതി മുഹുർദാരയൻ ഈശചിത്തം തത്രാപ്യേകത്ര യുഞ്ജേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തു ചേദഃ പരമസുഖചിദദ്വൈതരൂപേ വിതന്വന് അന്യന്നോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢയോഗോപവേയം. സർവാംഗേഷു അംഗ, ഭഗവാനെ സംബോധന ചെയ്തതാണ് അംഗ. വീണ്ടും അതേ വരിയില് മുഹുർദാരയൻ ഈശ, രണ്ട് സംബോധനയുണ്ട്. അംഗ എന്നും ഈശ എന്നും. അംഗ എന്ന് പറഞ്ഞാൽ അല്ലയോ പൂജ്യനായിരിക്കുന്നവനെ, ബഹുമാന്യനായിരിക്കുന്നവനെ, ശ്രേഷ്ഠനായിരിക്കുന്നവനെ എന്നൊക്കെ അർത്ഥമാണ് അംഗ. ഈശ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനെ, എല്ലാവരെയും ഭരിക്കുന്നവനെ, ജഗദീശ്വര. ഹേ അംഗ, ഹേ ഈശ, സർവാംഗേഷു രംഗത് കുതുകം ഇതി ചിത്തം മുഹുഹൂദാരയൻ. സർവ അംഗേഷു. ഇപ്പൊ ആദ്യത്തെ ഈ ശ്ലോകം, എട്ടാമത്തെ ശ്ലോകം ഭഗവാന്റെ സർവാംഗ ധ്യാനമാണ്. കേശാദിപാദം മുഴുവനായിട്ടുള്ള ധ്യാനമാണ്. അപ്പൊ സർവാംഗം, അങ്ങനെ സർവാംഗേഷു റിംഗത് കുതുകം, ഭഗവാന്റെ ഓരോ അംഗങ്ങളിലും റിംഗത് കുതുകം. റിംഗത എന്ന് പറഞ്ഞാല് വളരുന്നത്, വൃദ്ധി പ്രാപിക്കുന്നത് എന്നൊക്കെ അർത്ഥമാണ്. വർദ്ധിക്കുന്ന താല്പര്യത്തോടെ, കൗതുകത്തോടെ, പ്രേമത്തോടെ
ഇത് ചിത്തം മുഹുഹൂധാരയൻ, ഇങ്ങനെ മനസ്സിനെ വീണ്ടും വീണ്ടും ധരിപ്പിച്ചിട്ട് ഉറപ്പിച്ചിട്ട്, എന്ന് വെച്ചാൽ ആദ്യമാദ്യം ഭഗവാന്റെ രൂപം ധ്യാനിക്കുമ്പോൾ നമുക്ക് രുചിയൊന്നും അത്രയൊന്നും ഉണ്ടാവില്ല. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൽ താല്പര്യം കുറവായിരിക്കും. വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനോടുള്ള താല്പര്യം കൂടിക്കൂടി വരിക, അതിനോടുള്ള രുചി വർദ്ധിച്ചു വരിക, അഭിരുചി വർദ്ധിച്ചു വരിക. അഭിരുചി വർദ്ധിച്ചതൊരു അഡിക്ഷനായിട്ടും മാറും. അഡിക്ഷനായിട്ട് മാറുമ്പോഴും നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം കളഞ്ഞു കുടിക്കാതിരിക്കണം. ഏത് വിഷയത്തിലാണെങ്കിലും ഉള്ള അഡിക്ഷൻ വന്നു പോയാൽ നമ്മളതിന് അവശത വരാൻ പാടില്ല, പരവശരാവാൻ പാടില്ല. നമ്മുടെ സ്വാതന്ത്ര്യം കൂടി ഉണ്ടാവണം. അപ്പൊ ആ അഭിരുചി, അതാണ് ഇവിടെ രിംഗത് കുതുകം. കൗതുകം വർദ്ധിച്ച് വർദ്ധിച്ച് വന്ന് അങ്ങയുടെ രൂപത്തിന്റെ സൗന്ദര്യത്തെ ഞാൻ കൂടുതൽ കൂടുതൽ അടുത്ത് കാണുന്തോറും അതിനോടുള്ള ആകർഷണം കൂടിക്കൂടി വരികയാണ്. അതിലുള്ള രുചി, മനസ്സ് കൂടുതൽ കൂടുതൽ അതിലിങ്ങനെ രമിക്കുകയാണ്. ഭഗവാന്റെ ഓരോ അവയവവും എടുത്ത് സൂക്ഷിച്ച് നോക്കൂ. എടുത്തു നോക്കുമ്പോൾ വർദ്ധിച്ച് വർദ്ധിച്ചു വരും നമ്മുടെ ഉള്ളിലുള്ള താല്പര്യം. എത്ര കണ്ടാലും മതിയാവില്ല, അല്ലേ? നമുക്കിപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പോയില്ലെങ്കിലോ കുഴപ്പമൊന്നുമില്ല. പോയാലോ ഒരു പ്രാവശ്യം കണ്ടാലോ മതിയാവില്ല. ഇനിയും കാണണം, ഇനിയും കാണണം, ഇനിയും കാണണം എന്ന് തോന്നും. എത്ര പ്രാവശ്യം ഉള്ളിലോട്ട് ഓടിച്ചെല്ലാൻ പറ്റുമോ? ആ ശ്രീകോവിലിന്റെ അടുത്തേക്ക് ചെന്ന് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാൻ പറ്റുമോ? ഭഗവാന്റെ ആ നടയിൽ നിന്നുകൊണ്ട് ഭഗവാനെ നോക്കി കണ്ണിമ വെട്ടാതെ നോക്കി കാണാൻ പറ്റുമോ? അത്രയും ശ്രമിക്കും, അല്ലേ? ഇപ്പൊ അതൊന്നും പറ്റുന്നില്ല നമുക്ക്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നമുക്ക് ഇഷ്ടം പോലെ ഓടി ഓടി ചെല്ലാമായിരുന്നു. ഇന്നിപ്പോൾ തിരക്ക് കാരണം പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഭഗവാനെ എവിടേക്ക് കൊണ്ടുവരാം? നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് നമുക്ക് കാണാം, നന്നായി ആസ്വദിക്കാം, മനസ്സിരുത്തി ആസ്വദിക്കും. ഓരോ പ്രാവശ്യവും ഭഗവാന്റെ രൂപത്തെ വീണ്ടും 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 ആസ്വദിച്ച് കാണുക. അതാണ് രിംഗത് കുതുകം ഇത് ചിത്തം മുഹുഹൂധാരയന്. മുഹുഹു മുഹുഹു, വീണ്ടും വീണ്ടും, പുനഃ പുനഃ, ധാരയന്, ചിത്തത്തെ അതിലേക്ക് തന്നെ ഉറപ്പിച്ച് ഉറപ്പിച്ച് ഭഗവാന്റെ രൂപത്തെ കാണ്, നോക്ക്, ചിന്തിക്ക് എന്ന് മനസ്സിനെ ആദ്യം പ്രേരിപ്പിച്ച്, പിന്നെ മനസ്സ് തന്നെ നമ്മൾ പ്രേരണ കൂടാതെ തന്നെ അത് അങ്ങട് വലിയും, ആകർഷിക്കും. സമയമാകുമ്പോൾ നമ്മളോട് പറയും എന്താ ധ്യാനിക്കുന്നില്ലേ എന്ന്. ആര്? മനസ്സ് പറയാൻ തുടങ്ങും. ഈ ആദ്യത്തെ ഇപ്പോഴത്തെ മനസ്സിനെ കാണണ്ട. ഇപ്പോഴുള്ള നമ്മുടെ റിബലായിരിക്കുന്ന മനസ്സ് കുറച്ച് കഴിയുമ്പോൾ ആ മനസ്സ് തന്നെ പറയാൻ തുടങ്ങും, അല്ല എന്താ ഇപ്പോ, എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെക്കൂ, വരൂ വരൂ, ധ്യാനിക്കാനുള്ള സമയമായി, വരൂ ഭഗവാനെ കാണണ്ടേ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ പ്രേരിപ്പിക്കാം. കാരണം എന്താ? അതിൻ്റെ ഉള്ളിൽ കുതുകം വന്നു, ആ രുചി വർദ്ധിച്ചു. അങ്ങനെ കൗതുകത്തോടുകൂടി മനസ്സ് നമ്മളെ വിളിക്കാൻ തുടങ്ങും. അതാണ് രിംഗത് കുതുകം ഇത് ചിത്തം മുഹുഹൂധാരയന് തത്ര അപി മന്ദഹാസേ സുന്ദരേ വദന സരസിജേ ഏകത്രയുഞ്ചേ. തത്ര അപി, അവിടെയും, മന്ദഹാസേ സുന്ദരേ വദന സരസിജേ, മന്ദഹാസമായിരിക്കുന്ന, മന്ദഹാസപൂർണമായിരിക്കുന്ന ഭഗവാന്റെ സുന്ദരമായ വദന സരസിജത്തിൽ, മുഖകമലത്തിൽ, ഏകത്ര, ഒരിടത്ത്, യുഞ്ചേ, അഹം യുഞ്ചേ, ഞാൻ എൻ്റെ ധാരണയെ ഉറപ്പിക്കും എന്ന് പറയണം ഇവിടെ. അപ്പൊ എന്താ അവിടെ പറഞ്ഞു വന്നത്? ഭഗവാന്റെ മൊത്തത്തിലെ കേശാദിപാദം ആദ്യം ചിന്തിച്ചിട്ട് പിന്നെ ഭഗവാന്റെ അംഗപ്രത്യംഗങ്ങളെ ധ്യാനിക്കുകയാണ്. ഓരോരോ അവയവങ്ങളെ എടുത്ത് അതിനെ ധാരണ ചെയ്യുന്നു, നിരന്തരം അത് തന്നെ ധ്യാനിക്കുന്നു. അതിൽ നല്ലപോലെ മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞാലോ, മനസ്സ് ഉറക്കുകയാണ്, നിഷ്ഠ കിട്ടുകയാണ്. ഇളകാതാവുകയാണെങ്കിൽ അപ്പം ഇളക്കിക്കോളൂ. പിന്നെ ഇളകാതാവാൻ ആദ്യം ശ്രമിക്കണം, പിന്നീട് ഇളകാതായി കഴിഞ്ഞാലോ പിന്നെ ഇളക്കിയെടുക്കുകയും വേണം. അവിടുന്ന് ഭഗവാന്റെ പാദത്തെ ധ്യാനിച്ചു എന്ന് വിചാരിക്കുക. കുറേ ദിവസം കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ നമുക്ക് മനസ്സിന് ഉറപ്പ് കിട്ടി. കണ്ണടച്ചാൽ ഭഗവാന്റെ പാദം തെളിഞ്ഞു കാണാം. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നല്ലോണം കണ്ണിന് മുമ്പിൽ കാണും പോലെ കാണാം.
അനങ്ങാതെ ഭഗവാന്റെ പാദം തന്നെ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടേയിരിക്കാൻ പറ്റുന്നുണ്ട്, ഒരു ഇളക്കുമില്ല. അത് ശരി, അത്രയായോ? എന്നാ അവിടുന്ന് വിട്ടോളൂ. ഇതാണ് നമ്മുടെ ധ്യാനം പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് സംഘം വേണ്ട, അതിൻ്റെ ഉപരിഭാഗത്തേക്ക് ധ്യാനം തുടരൂ. അങ്ങനെ ഭഗവാന്റെ കണങ്കാലിനെ, ഞെരിയാണിയെ, അതിന് മുകളിൽ മുഴങ്കാലിനെ, അത് കഴിഞ്ഞ് ഭഗവാന്റെ കാൽമുട്ടിനെ, ഭഗവാന്റെ തുടകളെ, ഭഗവാന്റെ അരക്കെട്ടിനെ, ഭഗവാന്റെ ഉദരത്തെ എത്രയോ ദിവസങ്ങളെടുത്ത് അഭ്യസിച്ച് ഇങ്ങനെ ഉറപ്പിച്ച് പോകണം. ഭഗവാന്റെ വക്ഷസ്ഥലം, അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും ധ്യാനിച്ച് മനസ്സുറപ്പിക്കുക. അത് കഴിഞ്ഞ് ഭഗവാന്റെ കണ്ഠത്തിലേക്ക് പോവുക. ഭഗവാന്റെ കണ്ഠം നല്ലോണം തെളിഞ്ഞു കാണട്ടെ. നല്ല വലംപിരി ശംഖ് പോലെ 3 പിരികളോടുകൂടി മനോഹരമായ ഭഗവാന്റെ കണ്ഠം, ആ കൗസ്തുഭരത്നത്തിന്റെ ചുവന്ന ആ പ്രകാശം നീലയായിട്ടുള്ള ഭഗവാന്റെ കണ്ഠത്തിനെ പ്രകാശിപ്പിക്കുന്നതായിട്ട് കാണുക. അങ്ങനെ ആ ഭഗവാന്റെ ആ കണ്ഠത്തെ നല്ലതുപോലെ ധ്യാനിക്കാറായാൽ ഭഗവാന്റെ മുഖത്തിലേക്ക് പതുക്കെ കണ്ണെടുക്കുക. ആ ഭഗവാന്റെ മുഖം മൊത്തത്തിലങ്ങൾ ആദ്യം ധ്യാനിക്കുക. എന്നിട്ട് അതിലെ ഓരോരോ അവയവങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് മനസ്സുറപ്പിക്കുക. ഭഗവാന്റെ നെറ്റിത്തടം, ഭഗവാന്റെ കണ്ണുകൾ, ഭഗവാന്റെ കാതുകൾ, ഭഗവാന്റെ കവിളുകൾ, ഭഗവാന്റെ താടി, ഭഗവാന്റെ മൂക്ക്, ഭഗവാന്റെ ചുണ്ട്, ഭഗവാന്റെ പല്ലുകൾ എല്ലാം പതുക്കെ ധ്യാനിച്ച് ഉറപ്പിക്കുക. പിന്നെ ഭഗവാന്റെ ചുണ്ടുകളിലേക്ക് ധ്യാനത്തെ ഉറപ്പിക്കുക. വദന സരസിജേ. അത് കഴിയുമ്പോഴോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ വദന സരസിജത്തെയും വിട്ടിട്ട് ഭഗവാന്റെ പുഞ്ചിരി മാത്രം കാണുക. ചുണ്ടില്ലാത്ത പുഞ്ചിരി കാണുക. അപ്പൊ എന്തായി? നമ്മുടെ മനസ്സ് ധ്യാനിക്കാൻ പഠിച്ചു, ഏകാഗ്രത അഭ്യസിച്ചു, അതിന്റെ ചാഞ്ചല്യം അത് മറന്നു. ഇപ്പൊ മനസ്സിന് ചലിക്കാനുള്ള സാമർഥ്യം കുറഞ്ഞു. അത് നാച്ചുറലായിട്ട് നല്ല അടക്കമുള്ളതായി. അങ്ങനെ അടങ്ങിയതായിട്ടുള്ള ഏകാഗ്രമായ മനസ്സുകൊണ്ട്, സൂക്ഷ്മമായ മനസ്സുകൊണ്ട് ഭഗവാന്റെ ചുണ്ടില്ലാതെ ഭഗവാന്റെ പുഞ്ചിരിയെ മാത്രം ചിന്തിക്കാൻ കഴിയുക. അപ്പോൾ എന്തായി? രൂപം വിട്ട് രൂപമില്ലാത്തൊരവസ്ഥയെ ധ്യാനിക്കാറായി. സഗുണസാകാരമായ ഭഗവാന്റെ രൂപത്തിൽ നിന്ന് ഇനി നമ്മൾ നിർഗുണ നിരാകാരത്തിലേക്ക് ഉയരുകയായി. നമ്മുടെ മനസ്സ് ആ സാകാരത്തെ വെടിഞ്ഞ് നിരാകാരത്തിലേക്ക് ഉയരാനുള്ള പണിയാണ് ഇപ്പോൾ പണിയെടുത്തത്. സാകാരമായ ഭഗവാന്റെ രൂപം വെടിഞ്ഞു. പുഞ്ചിരി എന്ന് പറയുമ്പോൾ നിരാകാരമാണ്. പുഞ്ചിരിയെ ധ്യാനിക്കാൻ പരിശീലിച്ചാലോ മനസ്സ് അത് വിശാലമായി കഴിഞ്ഞു. ഏകാഗ്രമായി, സൂക്ഷ്മമായി, ചലനമില്ലാത്തതായി, നല്ല പാകമായി മനസ്സ്. എന്തിനെ ഉൾക്കൊള്ളാനുള്ള പാകമായി? ആ ഈശ്വരന്റെ യഥാർത്ഥ തത്വത്തെ ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള പാകമായി ആ മനസ്സ്. അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ഇനി ഭഗവത് തത്വം, ബ്രഹ്മതത്വം ധ്യാനിക്കാൻ നമ്മൾ പാകപ്പെട്ടു. അപ്പോൾ സഗുണ സാകാര ധ്യാന പരിശീലനത്തിലൂടെ നിർഗുണ നിരാകാര ആ ധ്യാനത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പടിയാണ് ഈ പറഞ്ഞത്. അതാണ് തത്രാപി ഭഗവാന്റെ ഓരോ അവയവങ്ങളെയും അംഗപ്രത്യംഗം ധ്യാനിച്ച്, തത്രാപി അവിടെയും മന്ദഹാസേ സുന്ദരേ വദന സരസിജേ, മന്ദഹാസപൂർണമായ ഭഗവാന്റെ സുന്ദരമായ വദന സരസിജത്തിൽ, താമരയിൽ, ഏകത്രയുഞ്ചേ ഒരിടത്ത് ഉറപ്പിക്കുന്നു ഞാൻ, എൻ്റെ മനസ്സിനെ ഒരിടത്ത് യോജിപ്പിക്കുന്നു. തത്ര ആലീനം ചേതഃ തു, തത്ര ആ ഭഗവാന്റെ മന്ദഹാസത്തിൽ അലിഞ്ഞു ചേർന്ന ആ ചേതസ്സിനെ, ആ മനസ്സിനെ ആകട്ടെ പരമസുഖ ചിദദ്വൈത രൂപേ വിതന്വൻ, പരമസുഖ ചിത, പരമാനന്ദ ചിത്ത്, അത് അദ്വൈത ബോധം തന്നെയാണ്. അദ്വൈത രൂപേ, അപ്പൊ അദ്വൈത ബോധരൂപത്തിലേക്ക്, സച്ചിദാനന്ദ സ്വരൂപത്തിലേക്ക് വിതന്വൻ, അതിനെ വ്യാപിപ്പിച്ച്, അതിനെ മുഴുകിപ്പിച്ച് എന്നൊക്കെ അർത്ഥം. അപ്പൊ മനസ്സിനെ സച്ചിദാനന്ദ സ്വരൂപമാക്കിയിട്ട് ധ്യാനിക്കുന്ന മനസ്സിപ്പോൾ സച്ചിദാനന്ദമായി മാറുകയാണ്.
അങ്ങനെ പരമസുഖ ചിത് അദ്വൈത രൂപേ വിതന്വൻ അന്യത് നോ ചിന്തയേയം. അന്യത് വേറൊന്നിനെ കുറിച്ചും നോ ചിന്തയേയം ഞാൻ ചിന്തിക്കുകയില്ല, വേറൊന്നിനെയും ചിന്തിക്കാതെ. മുഹുഹു ഇതി വീണ്ടും വീണ്ടും ഞാനിത് അഭ്യസിച്ചുകൊണ്ട്, ഇപ്രകാരം അഭ്യസിച്ചുകൊണ്ട് സമുപാരൂഢയോഗ ഭവേയം. സമുപാരൂഢയോഗ സമ്യക്കായി ഉപാരൂഢയോഗൻ, യോഗ ഉപാരൂഢനായിട്ട്, യോഗാരൂഢനായിട്ട്. എങ്ങനെയാണോ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരാളെ അശ്വാരൂഢൻ എന്ന് പറയുന്നത്, അയാള് ആ കുതിരപ്പുറത്ത് കയറാൻ ദിവസങ്ങളോളം അഭ്യസിച്ചിട്ടുണ്ട്. എത്ര ദിവസം കുതിരയുടെ ചവിട്ടും തൊഴിയും കൊണ്ടും മറിഞ്ഞു വീണും എത്രയോ അഭ്യസിച്ചാണ് അയാൾ അശ്വാരൂഢനായി തീർന്നത്. അശ്വത്തെ തൻ്റെ നിലയ്ക്ക് നിർത്താനും താൻ അശ്വത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനും സാധിക്കുന്നത് കാലം കൊണ്ടാണ്. അതുപോലെ ഞാൻ യോഗാരൂഢനായി ഭവിക്കും. ആരുരുക്ഷു ആയിരുന്ന ഞാൻ യോഗാരൂഢനായി ഭവിക്കും. ആരുരുക്ഷു എന്ന് പറഞ്ഞാൽ ആരോഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, യോഗ പദവിയിലേക്ക് സമാധിയിലേക്ക് പ്രയത്നം ചെയ്യുന്നവനായിരുന്നു ആദ്യം. ഇപ്പോൾ എനിക്ക് എഫർട്ട്ലെസ് ആയിട്ട് ആ സമാധിയിലിരിക്കാൻ കഴിയുന്നു. അതാണ് സമുപാരൂഢ യോഗ ഭവേയം. സമ്യക്കായി ഉപാരൂഢയോഗനായി എന്ന് വെച്ചാൽ യോഗത്തിൽ ആരൂഢനായി സമാധിനിഷ്ഠനായി യാതൊരു ഇളക്കവുമില്ലാതെ ഞാൻ ഭവിക്കും. സമാധിനിഷ്ഠനായി ഭവിക്കും. നിർവികൽപ്പ സമാധിയിലേക്ക് ഞാൻ എത്തും. ഇതാണ് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്. ഇത് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം 14-ാം അധ്യായത്തിൽ ഭഗവാൻ ഉദ്ധവൻ ഉപദേശിച്ച ധ്യാന യോഗത്തിൻ്റെ ഒരു സംഗ്രഹം. അപ്പോൾ എല്ലാ അവയവങ്ങളെയും ആദ്യം ഒന്നിച്ച് ധ്യാനിച്ച് പിന്നെ അംഗപ്രത്യംഗം ധ്യാനം ചെയ്ത് പരിശീലിച്ചുറപ്പിച്ച് ഓരോ അംഗങ്ങളും നല്ലതുപോലെ ഉറയ്ക്കുമ്പോൾ അതിനെ വിട്ട് അടുത്ത അംഗത്തിലേക്ക് പോയി ഉയർന്നുയർന്നു വന്ന് ഭഗവാന്റെ മുഖത്തിലേക്ക് വന്ന് ഭഗവാന്റെ മുഖത്തിലെ ഓരോ അവയവങ്ങളെയും പ്രത്യേകം ധ്യാനിച്ചുറപ്പിച്ച് പിന്നീട് അതിനെയെല്ലാം വിട്ട് ഭഗവാന്റെ ചുണ്ടിലേക്ക് വന്ന് പിന്നെ മന്ദഹാസത്തിലേക്ക് മനസ്സിനെ ഉറപ്പിക്കും. ഭഗവാന്റെ രൂപത്തെ ഞാൻ മറക്കും. രൂപം മറന്നുകൊണ്ട് പുഞ്ചിരിയിലേക്ക് എൻ്റെ ധ്യാനത്തെ ഞാൻ കേന്ദ്രീകരിക്കും. അങ്ങനെ നിർഗുണ നിരാകാരത്തിലേക്ക് ഞാൻ ഉയരും. വളയത്തിലൂടെ ചാടിച്ചാടി വളയുമില്ലാതെ ചാടാറാവും ഞാൻ. അങ്ങനെ എൻ്റെ മനസ്സ് യോഗാരൂഢം എന്നതായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കും. ഞാൻ യോഗാരൂഢനായി ഭവിക്കും, സമാധിനിഷ്ഠനായി ഭവിക്കും എന്ന് മേൽപ്പത്തൂരിലൂടെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമുക്കിവിടെ നിർത്താം. സർവാംഗേഷ്വംഗ റിംഗത് കുതുകമിതി മുഹുർധാരയൻ ഈശചിത്തം തത്രാപേകത്രയുഞ്ജേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തു ചേദഃ പരമസുഖചിദദ്വൈതരൂപേ വിതന്വൻ അന്യം നോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢയോഗോ ഭവേയം. തത്രാലീനം തു ചേദഃ പരമസുഖചിദദ്വൈതരൂപേ വിതന്വൻ അന്യം നോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢയോഗോ ഭവേയം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഒരു ശ്ലോകമുണ്ട്, അത് ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 15-ാം അധ്യായത്തിലെയാണ്. ഈ ഇങ്ങനെയുള്ള ധ്യാനം ചെയ്യുന്നവർക്ക് വന്നു ചേരുന്ന സിദ്ധികളെ കുറിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് നാളെ കാണാം. എന്നിട്ട് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.
8:30 മണിക്ക് സൗന്ദര്യലഹരിയുണ്ട്, വരുന്നവർക്കൊക്കെ വരാം. ഹരി ഓം, ഹരി ഓം. നാരായണീയം നാളെ തുടരാം. നാളത്തെ രാവിലത്തെ ക്ലാസ്സുകളും യഥാസമയം തുടരാം. ഹരി ഓം. ഹരി ഓം. അല്ലാത്തവർക്കൊക്കെ ശുഭരാത്രി.